ഈ കഥ തുടങ്ങുമ്പോൾ കാണിക്കുന്നത് മാർത്ത എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയാണ്. അവളിപ്പോൾ ഒരു വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് അവളുടെ വീട്ടിലേക്ക് പോവാണ്. കുറച്ച് ദൂരമേ ഉള്ളൂ അവളുടെ വീട്ടിലേക്ക്. ആ സ്ട്രീറ്റിലുള്ള എല്ലാവർക്കും ഈ മാർത്തയെ അറിയാം. എല്ലാവരുടെ അടുത്തൊരു ഹായ് പറഞ്ഞിട്ടാണ് അവളിപ്പോൾ അവളുടെ വീട്ടിലേക്ക് നടക്കുന്നത്. അങ്ങനെ മാർത്ത ആ സ്ട്രീറ്റിലൂടെ നടക്കുമ്പോഴാണ് ഒരു വീട്ടിൽ നിന്ന് സിൽവിയ എന്ന് പറയുന്ന ഒരു പെണ്ണ് പുറത്തേക്ക് വരുന്നത്. ഇത് സിൽവിയയുടെ വീട് തന്നെയാണ്. അവളുടെ വീടിന്റെ അപ്സ്റ്റേഴ്സിലാണ് സിൽവിയയുടെ ചേച്ചിയായ അന്നയുടെ റൂം. തലേ ദിവസം രാത്രി അവളുടെ ബോയ് ഫ്രണ്ട് അങ്ങോട്ട് വന്നിട്ടുണ്ട്. ഈ സമയം അന്നയാണെങ്കിൽ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിട്ടില്ല. അങ്ങനെ മാർത്ത നടന്ന് അവളുടെ വീട്ടിലെത്താറായി. ഈ സമയത്താണ് ഒരു ട്രക്ക് അങ്ങോട്ട് വരുന്നത്. മാരിയോ എന്ന് പറയുന്ന ഒരുത്തന്റെ ട്രക്കാണത്. ഈ മാരിയോയും ആ ചുറ്റുവട്ടത്ത് തന്നെയാണ് താമസിക്കുന്നത്. അയാളുടെ അടുത്ത് കുറെ മുയൽ കുഞ്ഞുങ്ങളുണ്ട്. മാർത്തയുടെ അടുത്ത് വണ്ടി നിർത്തിയതിനു ശേഷം നീ മുയലിനെ കാണാൻ വരുന്നോ എന്നാണ് മാരിയോ ചോദിക്കുന്നത്. അവക്കാണെങ്കിൽ മുയലിനെ കാണാന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമാണ്. അതുകൊണ്ട് തന്നെ വീട്ടിലേക്ക് പോവാതെ അവൾ മാരിയോയുടെ കൂടെ അയാളുടെ വീട്ടിലേക്ക് പോവാണ്. ഇനി കാണിക്കുന്നത് ഇതിലെ മെയിൻ ക്യാരക്ടറിനെയാണ്. ഇയാളുടെ പേര് സാൻസിയോ എന്നാണ്. ഇയാളൊരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. പുള്ളി ഇപ്പോൾ പുള്ളിയുടെ വീട്ടിലേക്കാണ് പോകുന്നത്. പുള്ളിക്ക് ഒരു ലെറ്റർ വന്നിട്ടുണ്ട്. അത് പൊട്ടിച്ചു നോക്കുമ്പോൾ അത് പുള്ളിയുടെ ഭാര്യ അയച്ച ലെറ്ററാണ്. പക്ഷെ പുള്ളിയുടെ ഭാര്യയ്ക്ക് മറവി രോഗമാണ്. അതുകൊണ്ട് തന്നെ ആ ലെറ്റർ അങ്ങോട്ട് കംപ്ലീറ്റ് ആയിട്ട് എഴുതിയിട്ടില്ല. ഇനി കാണിക്കുന്നത് മാരിയോയുടെ വീടാണ്. മാരിയോ ഇപ്പൊ ആ മാർത്തയുടെ അടുത്ത് സംസാരിക്കുകയാണ്. ഇതെല്ലാം കണ്ടുകൊണ്ട് മാരിയോയുടെ അച്ഛൻ അയാളുടെ വീട്ടിലിരിക്കുന്നുണ്ട്. അയാൾ വീൽ ചെയറിലാണ്. മാരിയോയും ആ കുട്ടിയും തമ്മിൽ സംസാരിക്കുന്നതാണ് അയാൾ ശ്രദ്ധിക്കുന്നത്. മാരിയോ ഇപ്പോൾ ഒരു മുയലിനെ അവളുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്. ഇതേ സമയം തന്നെ മാർത്ത ഇതുവരെ വീട്ടിലേക്ക് എത്താത്തതുകൊണ്ട് മാർത്തയുടെ അമ്മ ഇപ്പോൾ ഒരു പോലീസുകാരൻ്റെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. ഇയാളുടെ പേര് ലോറൻസോ എന്നാണ്. ലോറൻസോ, മാർത്തയെ കാണുന്നില്ല. എന്ത് കാണുന്നില്ല എന്നോ? അതെ, ഒരു മണിക്കൂറായിട്ട് ഞങ്ങൾ തിരയാണ്. ഞാനിനി എന്താണ് ചെയ്യേണ്ടത്? നീ വിഷമിക്കാതെ എന്താ സംഭവിച്ചതെന്ന് കറക്റ്റായിട്ട് പറ. ഞാൻ അവൾ എല്ലായിടത്തും നോക്കി. എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ഉള്ളപ്പോൾ അവൾ ലൂസിയുടെ വീട്ടിലാണ് കിടക്കാറ്. രാവിലെ അവൾ തനിച്ച് വീട്ടിലേക്ക് വരികയും ചെയ്യും. പക്ഷെ ഇന്ന് രാവിലെ അവൾ വന്നിട്ടില്ല. നീ ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ അവൾ വല്ല കൂട്ടുകാരിയുടെയും വീട്ടിൽ പോയതായിരിക്കും. അല്ല ലോറൻസോ, എനിക്കെന്തോ പേടിയാവുന്നു. സാധാരണ അർമാൻഡോയുടെ പട്ടിക്ക് തീറ്റ കൊടുക്കാൻ മാത്രമേ അവൾ നിൽക്കാറുള്ളൂ. അവരതൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മറ്റൊരു ലേഡി അങ്ങോട്ട് വരുന്നത്. ഞാൻ ബാക്കിയുള്ളവരെ വിവരം അറിയിച്ചിട്ടുണ്ട്. ടൗണിന് പുറത്തും അവരിപ്പോൾ അന്വേഷിക്കുന്നുണ്ട് എന്നാണ് ആ ലേഡി പറയുന്നത്. അതും കൂടെ കേൾക്കുമ്പോൾ മാർത്തയുടെ അമ്മയ്ക്ക് ടെൻഷൻ കൂടാൻ തുടങ്ങി. ടൗണിന് പുറത്തോ? അവൾ എന്തിനാണ് ടൗൺ വിട്ടു പോകേണ്ടത് എന്നൊക്കെയാണ് മാർത്തയുടെ അമ്മ അങ്ങനെ ചോദിക്കുന്നത്. ഇതേ സമയം തന്നെ ആ മാരിയോ ആണെങ്കിൽ മാർത്തയോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. നീ ഈ മൊയലിനെ കണ്ടില്ലേ? ഹെർക്കുലീസ് എന്നാണ് ഇവന്റെ പേര്. ഇവന് തീരെ വയ്യ. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടം ഇവനെയാണ്. ഇവനാണ് ഈ കൂട്ടത്തിലെ ഏറ്റവും പ്രായം കൂടുതൽ. വേണമെങ്കിൽ നീ ഒന്ന് ടച്ച് ചെയ്ത് നോക്ക്. ഇവനെ ഫ്രൈ ചെയ്യണമെന്നാണ് എന്റെ അച്ഛൻ പറയുന്നത്. എന്റെ അച്ഛനെ ഫ്രൈ ചെയ്യേണ്ടി വന്നാലും ഇവനെ തൊടാൻ ഞാൻ സമ്മതിക്കത്തില്ല എന്നാണ് മാരിയോ പറയുന്നത്. ഇയാൾ ഒരു കിളി പോയ ഒരുത്തനാണ്. ഈ സമയത്താണ് ഇവിടുത്തെ ടോയ്ലറ്റ് എവിടെയാണെന്ന് മാർത്ത ചോദിക്കുന്നത്. മാരിയോ ആണെങ്കിൽ അത് കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. എന്നാൽ മാർത്ത ടോയ്ലറ്റ് പോയിരിക്കുമ്പോൾ അവൾ വാതിൽ അടയ്ക്കുന്നില്ല. കുട്ടിയല്ലേ, മറന്നുപോയി കാണും. എന്നാൽ ഈ മാരിയോ ആണെങ്കിൽ ഒരു വൃത്തികെട്ട നോട്ടമാണ് അവളെ നോക്കുന്നത്. ഇതേ സമയം തന്നെ ഇൻസ്പെക്ടറായ സാൻസിയോ ആണെങ്കിൽ അയാൾ വീട്ടിൽ കിടക്കുകയാണ്. അതിനിടയിലാണ് അയാൾക്കൊരു കോള് വരുന്നത്. ഒരു പെൺകുട്ടിയെ കാണാതായിട്ടുണ്ട്, നിങ്ങളൊന്ന് വന്ന് അന്വേഷിക്കാമോ എന്നാണ് ആ ഫോണിൽ പറയുന്നത്. അയാളാണെങ്കിൽ വരാമെന്ന് സമ്മതിക്കുകയും ചെയ്യുന്നു. അങ്ങനെ അയാൾ ഉടനെ തന്നെ മാർത്തയുടെ വീട്ടിലേക്ക് പുറപ്പെടുകയാണ്. ഈ സമയത്താണ് ആ മാരിയോ തിടുക്കപ്പെട്ട അയാളുടെ വീട്ടിനകത്തേക്ക് വരുന്നത്. അയാളിപ്പോൾ അയാളുടെ ജാക്കറ്റ് ഒക്കെ ഊരി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് അവിടെ ഇരിക്കുകയാണ് ഈ മാരിയോയുടെ അച്ഛൻ. മാരിയോ ഇപ്പം മുഖം കഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് മാരിയോയുടെ അച്ഛൻ അയാളോട് സംസാരിക്കുന്നത്. ആ കുട്ടിയോടെ? മാരിയോ, ആ കുട്ടി എവിടെന്നാ ചോദിച്ചത്? അവള് പോയി. നിങ്ങൾക്ക് സന്തോഷമായില്ലേ? അതന്നെയല്ലേ നിങ്ങളും ആഗ്രഹിച്ചത്? അപ്പൊ പിന്നെ നിന്റെ ജാക്കറ്റ് എവിടെ? അത് കളഞ്ഞുപോയി എന്ന് പറഞ്ഞിട്ട് മാരിയോ അയാളുടെ അച്ഛൻ്റെ മുമ്പ് നടന്നു പോയി. ഇതേ സമയം തന്നെ ഇൻസ്പെക്ടർ ആണെങ്കിൽ മാർത്ത നടന്ന ആ വഴിയിലൂടെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ നടക്കുന്ന വഴി ആ ചുറ്റുപാടുകളൊക്കെ നല്ല ക്ലിയർ ആയിട്ട് തന്നെ അയാൾ ചെക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ നടന്ന് അയാൾ മാർത്തയുടെ വീടിന്റെ അടുത്തെത്താറായി. ഈ സമയത്താണ് ആ ലോറൻസോ അങ്ങോട്ട് വരുന്നത്. മാർത്തയ്ക്കൊന്നും പറ്റിയിട്ടില്ല. അവൾ അയാളുടെ കൂടെയുണ്ട്. സോറി ഇൻസ്പെക്ടർ, ഈ നിസ്സാര കാര്യത്തിന് നിങ്ങളെ ബുദ്ധിമുട്ടിച്ചാൽ എന്നോട് ക്ഷമിക്കണം. ഇതാണോ നിങ്ങൾ പറഞ്ഞ കുട്ടി? അതെ, അവൾ ടൗണിലേക്ക് വരികയായിരുന്നു. എങ്ങോട്ടാ പോയതെന്ന് പറഞ്ഞോ? മാരിയോയുടെ മുയലുകളെ കാണാൻ പോയതാണത്രേ. ആരെയും മാരിയോ? ഒരു പ്രത്യേക പ്രകൃതക്കാരനാണ്. പക്ഷെ അങ്ങനെ കുഴപ്പക്കാരനൊന്നുമല്ല. കുഴപ്പമുണ്ടാക്കുന്നവരെ ആരും കുഴപ്പക്കാരനല്ല ലോറൻസോ. ഈ സമയത്താണ് മാർത്ത അയാളോട് സംസാരിക്കുന്നത്. നിങ്ങൾ ആരാ? ഞാനോ? ഞാൻ സാൻസിയോ. നിന്റെ അമ്മയാണ് എന്നെ വിളിച്ചത്. അവരാകെ പേടിച്ചുപോയി. അമ്മ ശരിക്കും ദേഷ്യത്തിലാണോ? ഏയ് അല്ല, നമുക്ക് അങ്ങോട്ട് പോവാട്ടോ, നിന്റെ അമ്മ അവിടെ കാത്തിരിക്കുകയാണ്. അങ്ങനെ അവര് മാർത്തയും കൊണ്ട് അവളുടെ വീട്ടിലെത്തി. ഈ സമയം അവിടെ നടന്ന കാര്യങ്ങളൊക്കെ അവൾ എല്ലാവരുടെ അടുത്തും പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. മാരിയോയുടെ കയ്യിൽ ഹെർക്കുലീസ് എന്ന പേരിൽ ഒരു മുയലുണ്ട്. അതിന് അച്ഛൻ പിടിച്ചു വെക്കുമെന്ന പേടിയാണ് മാരിയോയ്ക്ക്. അവനെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരാമെന്ന് പറഞ്ഞതാണ്. പക്ഷെ മാരിയോ അതിന് സമ്മതിച്ചില്ല. മാരിയോയുടെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന വഴി ഒരു തടാകം അമ്മ കണ്ടിട്ടില്ലേ? സർപ്പ തടാകമാണത്. അതിന്റെ കരയിൽ വന്നു കഴിഞ്ഞാൽ ഹെർക്കുലീസ് പേടിക്കും അത്രേ. അതുകൊണ്ട് മാരിയോ അതിനെ കൊണ്ടുവരാൻ സമ്മതിച്ചില്ല. മാരിയോ എൻ്റെ അടുത്ത് ആ തടാകത്തിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വെള്ളത്തിനകത്തൊരു സർപ്പമുണ്ട് അത്രേ. അതിന്റെ നേരെ നോക്കിയാ നമ്മൾ എന്നേക്കുമായിട്ട് ഉറങ്ങിപ്പോവും. എന്താ മോളെ നീ പറയുന്നത്? ഇതൊക്കെ അന്ധവിശ്വാസമാണ്. അല്ലമ്മേ, ഇന്ന് ആ സർപ്പം അതിന്റെ മന്ത്രശക്തി പ്രയോഗിച്ചു. ഞാനത് ആ കായൽ തീരത്ത് കണ്ടതാണ്. എന്താണ് നീ കണ്ടത്? മാരിയോയുടെ കൂടെ തടാകത്തിൽ പോയപ്പോൾ എന്താണ് സംഭവിച്ചത്? അവളുടെ അമ്മയത് ചോദിക്കുമ്പോൾ മാർത്തയാണെങ്കിൽ കുറച്ചു സമയം ഒന്നും മിണ്ടാതിരിക്കുകയാണ്.
അങ്ങനെ അവള് പറഞ്ഞതിനെ തുടർന്ന് ആ 2 പോലീസുകാർ നേരെ ആ തടാകത്തിലേക്കാണ് പുറപ്പെടുന്നത്. വളരെ മനോഹരമായ ഒരു സ്ഥലമായിരുന്നു അത്. കാടിന് നടുവിലായിട്ട് ഒരു തടാകം. അവരതിന്റെ കരയിലേക്ക് എത്തുമ്പോൾ അവിടുത്തെ കാഴ്ച അവരെ ഞെട്ടിച്ചു കളഞ്ഞു. അതൊരു പെൺകുട്ടിയുടെ മൃതദേഹമായിരുന്നു. അവളെ പുതപ്പിച്ചിരിക്കുന്നത് മാരിയോയുടെ ആ ജാക്കറ്റ് വെച്ചിട്ടാണ്. ഈ സമയം ഇൻസ്പെക്ടർ ഉടനെ അവളുടെ പൾസ് ചെക്ക് ചെയ്യാൻ തുടങ്ങി. അതിനിടയിൽ ഇവൾ ആരാണെന്ന് ചോദിക്കുന്നുണ്ട് അയാള്. ഇത് അന്നയാണ് എന്നാണ് ലോറൻസോ മറുപടി പറയുന്നത്. ഇതേ അന്നയാണ് ഈ സിനിമയുടെ തുടക്കത്തിൽ കാണിച്ചത്, അതായത് ആ റോബർട്ടോയുടെ ഗേൾഫ്രണ്ട്. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം ഫോറൻസിക്കിന്റെ ആൾക്കാരൊക്കെ വന്നിട്ട് അവിടെ മൊത്തം ചെക്ക് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ തെളിവെടുപ്പും കാര്യങ്ങളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് ഇൻസ്പെക്ടർ അവിടുത്തെ ഡോക്ടറുടെ അടുത്തേക്ക് ചെല്ലുന്നത്. അയാളിപ്പം അവളുടെ മരണകാരണത്തെ കുറിച്ചാണ് ചോദിക്കുന്നത്. എങ്ങനെയാ അവള് മരിച്ചത്? ശ്വാസം കിട്ടാതെയാണ് മരിച്ചത്. ഒരുപക്ഷെ ഈ കായലിലേക്ക് ഇറങ്ങിയപ്പോൾ മുങ്ങിയതാവാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണത്താലും ആവാം. കഴുത്തിലെ പാട് കണ്ടില്ലേ? കണ്ടു. ശരീരത്തിന്റെ ടെമ്പറേച്ചർ 30 ഡിഗ്രി സെൽഷ്യസ് ആണ്. മരിച്ചിട്ടിപ്പം മണിക്കൂറുകളായി. എന്നാ പിന്നെ ബോഡി ഞാൻ കൊണ്ടുപോയിക്കോട്ടെ? നിക്ക് കൊണ്ടുപോകല്ലേ, ഞാൻ കുറച്ചു നേരം കൂടെ ഒന്ന് നോക്കട്ടെ. അങ്ങനെ വളരെ വിശദമായിട്ട് തന്നെ ഇൻസ്പെക്ടർ ആ ബോഡി മൊത്തം പരിശോധിക്കുകയാണ്. അങ്ങനെ ആ ബോഡി അവിടെ നിന്ന് കൊണ്ടുപോയി കഴിയുമ്പോൾ ഇൻസ്പെക്ടർ നേരെ പോകുന്നത് ആ ലോറൻസോയുടെ അടുത്തേക്കാണ്. ഈ സമയം സ്റ്റേഷനിൽ നിന്ന് മറ്റൊരു പോലീസുകാരനും കൂടെ വന്നിട്ടുണ്ട്. അയാളുടെ പേര് ആൽഫ്രഡോ എന്നാണ്. ഈ സമയം ഇൻസ്പെക്ടർ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ല ഈ മാരിയോ എവിടെയാണ് താമസം? ആ മലയുടെ ഭാഗത്താണ്. ഇവിടെ നിന്ന് കാറിന് പോകേണ്ടി വരും. ഓക്കെ, എന്നാ അങ്ങോട്ട് പോയേക്കാം എന്ന് പറഞ്ഞിട്ട് ഇൻസ്പെക്ടർ നടക്കാൻ തുടങ്ങി. അത് കാണുമ്പോൾ നോക്ക് ഇൻസ്പെക്ടർ, ഈ മാരി ഒരു പ്രത്യേക ടൈപ്പാണെങ്കിലും അയാൾ ഒരു ഈച്ചയെ പോലും ഉപദ്രവിക്കത്തില്ല. അത് നീ നേരത്തെയും പറഞ്ഞല്ലോ. ചിലപ്പോൾ നിന്റെ ഫ്രണ്ട് ആയതുകൊണ്ട് നിനക്ക് തോന്നുന്നതായിരിക്കും. എന്റെ ഫ്രണ്ട് മാത്രമല്ല, അയാൾ എല്ലാവരുടെയും ഫ്രണ്ടാണ്. ഓക്കെ, എങ്കിലും എനിക്ക് അയാളോടൊന്ന് സംസാരിക്കണം. ഓക്കെ, എന്നാ പോയേക്കാം. ലോറൻസോ അത് പറയുമ്പം ഇൻസ്പെക്ടർ ഇപ്പം ആ ആൽഫ്രഡോന്റെ അടുത്ത് വേറെ കുറച്ച് നിർദ്ദേശങ്ങൾ കൊടുക്കുകയാണ്. ആൽഫ്രഡോ, നീ നേരെ ടൗണിലേക്ക് പോ. എന്നിട്ട് ആ അന്നയെ കുറിച്ചിട്ടുള്ള മുഴുവൻ വിവരങ്ങളും കളക്ട് ചെയ്യും. അതായത് അവൾ എവിടെയാണ് കഴിഞ്ഞിരുന്നത്, ആരുടെ കൂടെയാണ് കഴിഞ്ഞിരുന്നത്, ആരാണ് അവളെ അവസാനം കണ്ടത്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കളക്ട് ചെയ്യും എന്ന് പറഞ്ഞിട്ട് ഇൻസ്പെക്ടർ ആൽഫ്രഡോനെ അവിടെ നിന്ന് പറഞ്ഞുവിടാണ്. ഈ സമയത്താണ് ഒരു വക്കീൽ അങ്ങോട്ട് വരുന്നത്. അവളെ കാണുമ്പോൾ ഞങ്ങൾക്ക് അത്യാവശ്യമായിട്ട് മറ്റൊരു സ്ഥലം വരെ പോകണം. നിനക്ക് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ അതൊക്കെ ആൽഫ്രഡോന്റെ അടുത്ത് ചോദിച്ചാൽ മതി, അവൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും എന്ന് പറഞ്ഞിട്ട് ഇൻസ്പെക്ടർ ലോറൻസോനെയും കൂട്ടി ആ മാരിയോയുടെ വീട്ടിലേക്ക് പോവാണ്. അങ്ങനെ കുറച്ച് സമയത്തെ യാത്രയ്ക്ക് ശേഷം അവർ മാരിയോയുടെ വീട്ടിലെത്തി. അവരിപ്പോൾ മാരിയോനെ ചോദ്യം ചെയ്യുകയാണ്. ലോറൻസോ ആണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. മാരിയോ, നീ ഇദ്ദേഹത്തെ കണ്ടില്ലേ? ഇൻസ്പെക്ടറാണ്. ഇനിയും നീ നുണ പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹം നിന്നെ ജയിലിലടയ്ക്കും. ചുമ്മാ തമാശ പറയാതെ സീരിയസ് ആയിട്ട് പറഞ്ഞാടോ. അയ്യോ, എന്നെ ജയിലിലൊന്നും അടക്കില്ലേ? ഇല്ല മാരിയോ, നീ പേടിക്കണ്ട. പക്ഷെ നീ ഞങ്ങളെ സഹായിക്കണം. നിനക്കെന്താ എത്ര പേടി? എന്തിനാ നീ പേടിക്കുന്നത്? ആ തടാകത്തിന്റെ അടുത്ത് വല്ലതും നീ കണ്ടോ? അതോ എന്നെയാണോ നീ പേടിക്കുന്നത്? അതോ നിന്റെ അച്ഛനെയോ? ഇൻസ്പെക്ടർ അതൊക്കെ ചോദിക്കുമ്പോൾ മാരിയോ ആണെങ്കിൽ ഒന്നും മിണ്ടുന്നില്ല. അതിന്റെ കാരണം അയാളുടെ അച്ഛൻ അവിടെ ഇരിക്കുന്നതാണ്. അത് മനസ്സിലായത് കൊണ്ട് തന്നെ പ്ലീസ് കുറച്ചു നേരത്തേക്ക് നിങ്ങൾക്കൊന്ന് അവിടെ നിന്ന് മാറിയിരിക്കാമോ എന്നാണ് ഇൻസ്പെക്ടർ ചോദിക്കുന്നത്. എന്തിനെന്നൊന്നുമില്ല, കുറച്ചു നേരത്തേക്കൊന്ന് മാറിയിരിക്കേ. അത് എന്തിനെന്ന് നിങ്ങൾ പറ. അതെന്താ നിങ്ങൾക്ക് പറയാൻ ഇത്ര ബുദ്ധിമുട്ട്? നിങ്ങൾ ഇവിടെ വന്ന് കയറിയത് കണ്ടാൽ തോന്നുമല്ലോ ഇത് നിങ്ങളുടെ വീടാണെന്ന്. എന്റെ വീട്ടിൽ വന്നിട്ട് എന്നോട് ഇറങ്ങി പോകാൻ പറയുന്നു എന്നൊക്കെയാണ് മാരിയോയുടെ അച്ഛൻ പറയുന്നത്. ഇത്രയും നേരം ഇൻസ്പെക്ടർ വളരെ മാന്യമായിട്ടാണ് സംസാരിച്ചത്. പക്ഷെ അയാളുടെ അഹങ്കാരം കാണുമ്പോൾ ഇൻസ്പെക്ടർ നല്ല രീതിയിൽ അങ്ങോട്ട് ചൂടാവുകയാണ്. അതുകൊണ്ട് തന്നെ മാരിയോയുടെ അച്ഛൻ അവിടുന്ന് പോവുകയും ചെയ്യുന്നു. ഓക്കെ മാരിയോ, ഇനി പറ, ആ തടാകക്കരയിൽ നീ ഒരു പെണ്ണിനെ കണ്ടില്ലേ? അവൾ അങ്ങനെ തന്നെയാണോ അവിടെ കിടന്നത്? അതോ നീ അവളെ അനക്കിയോ? അങ്ങനെ തന്നെയാണ് കിടന്നത്. അപ്പൊ നീ അവളെ തൊട്ടിട്ടില്ല എന്നാണോ പറയുന്നത്? അത് ഓക്കെ, മനസ്സിലായി. എവിടെയാണ് നീ തൊട്ടത്? ഞാൻ അവളുടെ കഴുത്തിന്റെ പുറകിലൊന്ന് തൊട്ടു. എന്തിനാ നീ തൊട്ടത്? അവളോടൊന്ന് സംസാരിക്കാൻ. ഞാൻ ഉറങ്ങുവാണെന്നാണ് ചോദിച്ചത്. പക്ഷെ അവള് മറുപടി ഒന്നും തന്നില്ല. അതുകൊണ്ട് ഞാൻ അവളുടെ ചെവിയിൽ മെല്ലെ പറഞ്ഞു. എന്തു പറഞ്ഞു? അവള് തടാകത്തിൽ ഒരിക്കലും നീന്താൻ പാടില്ലായിരുന്നു എന്ന്. കാരണം ഇത് പാമ്പുകളുടെ സീസണാണ്. ആ പാമ്പ് അവളുടെ കണ്ണിലേക്ക് നോക്കി അതിന്റെ മന്ത്രശക്തി ഉപയോഗിച്ച് അവളെ ഉറക്കി കടത്തി. ഓഹോ, അങ്ങനെയാണോ? പാമ്പ് അവളെ നോക്കിയെന്ന് നിനക്കെങ്ങനെ അറിയാം? കാരണം അവളൊരു മായാവലയത്തിലായിരുന്നു. ഓക്കെ, നീ എന്തിനാണ് അവളെ നിന്റെ ജാക്കറ്റ് പുതപ്പിച്ചത്? അവൾക്ക് തണുക്കുന്നുണ്ടാവുന്ന കരുതി പുതപ്പിച്ചതാണ്. നോക്കു മാരിയോ, ആ പെണ്ണ് മരിച്ചു. മരിച്ചോ? ഇത്ര പെട്ടെന്നോ? അതെ, മരിച്ചു. നിനക്ക് അവളെ നന്നായിട്ട് അറിയാമായിരുന്നോ? അറിയാമായിരുന്നു. ഇതുവഴിയാണ് അവൾ ഓടാൻ പോയിരുന്നത്. അവളൊരു ഹോക്കി പ്ലെയർ ആണ്. അവൾ ഹോക്കി മെഡൽ നേടിയപ്പോൾ അന്ന് ഞാനും അവിടെ ഉണ്ടായിരുന്നു. ഞാൻ അന്ന് അവളെ കൈയൊക്കെ പൊക്കി കാണിച്ചു. അപ്പൊ നിനക്ക് അവളെ ഇഷ്ടമായിരുന്നല്ലേ? അങ്ങനെ ചോദിച്ചാൽ അങ്ങനെയും പറയാം. എത്രമാത്രം ഇഷ്ടമായിരുന്നു? അവൾ ജയിക്കുന്നത് കാണാനായിരുന്നു എനിക്ക് എപ്പോഴും ഇഷ്ടം. ഓക്കെ, മനസ്സിലായി. ഇനി നീ അല്ലാതെ വേറെ ആർക്കെങ്കിലും അവളോട് ഇഷ്ടമുണ്ടായിരുന്നോ? അവളുടെ അച്ഛനും ഇഷ്ടമായിരുന്നു. അച്ഛൻ എന്തായാലും ഇഷ്ടം ഉണ്ടാവുമല്ലോ. അച്ഛനല്ലാതെ വേറെ ആർക്കെങ്കിലും? എല്ലാവർക്കും അവളെ ഇഷ്ടമാണ്. അപ്പൊ നീ പറയുന്നത് ആർക്കും അവളോട് ഇഷ്ടക്കേടില്ലായിരുന്നു എന്നാണ്? അതെ, ഉറപ്പാണോ? ഞാൻ ആ സത്യം പറഞ്ഞ നിങ്ങൾ എന്താണ് ചെയ്യുക? ഒന്നും ചെയ്യില്ല. നമ്മുടെ ഇടയിൽ അതൊരു രഹസ്യമായിട്ട് തന്നെ ഇരിക്കും. എന്നാ കേട്ടോ, എന്റെ അച്ഛൻ അവളെ തീരെ ഇഷ്ടമല്ല. കാരണം അന്നയ്ക്ക് നല്ല നീണ്ടു മെലിഞ്ഞ കാലുകളാണ്. അയാൾക്കത് ഇഷ്ടമല്ല.
ഒരു വട്ടൻ സംസാരിക്കുന്ന പോലെയാണ് മാരിയോ സംസാരിക്കുന്നത്. അങ്ങനെ ഇപ്പം മാരിയോനോട് ചോദിക്കേണ്ട ചോദ്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞു. അയാൾ ഉടനെ തന്നെ അവിടുന്ന് പോവാണ്. അവിടുന്ന് പോകുന്ന വഴിക്കാണ് ലോറൻസോ ഇൻസ്പെക്ടറുടെ അടുത്തൊരു കാര്യം പറയുന്നത്. അന്നയ്ക്ക് ഒരു കാമുകനുണ്ടായിരുന്നു. അവന്റെ പേര് റോബർട്ടോ എന്നാണ്. അയാൾ ഇവിടെ അടുത്തൊരു ഫാക്ടറിയിലാണ് ജോലി ചെയ്യുന്നത്. അന്നയുടെ അച്ഛന്റെ പേര് നദാൽ എന്നാണ്. അയാളുടെ വൈഫ് മരിച്ചുപോയി. അയാൾ ഇപ്പം അയാളുടെ സഹോദരന്റെ അടുത്തേക്ക് പോയിരിക്കുകയാണ്. അയാൾക്ക് മറ്റൊരു മകൾ കൂടെയുണ്ട്, സിൽവിയ. അവളൊരു വിദ്യാർത്ഥിനിയാണ്. അവളിപ്പം അച്ഛനുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ആ ആൽഫ്രഡോ ഇപ്പൊ അന്വേഷിച്ചറിഞ്ഞത്. അടുത്തതായിട്ട് അവർ പോകുന്നത് അന്നയുടെ ബോയ്ഫ്രണ്ടായ റോബർട്ടോയുടെ അടുത്തേക്കാണ്. കാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവനെ കുറിച്ചുള്ള ചില ഡീറ്റെയിൽസ് ഒക്കെ ആ ആൽഫ്രഡോ ഇൻസ്പെക്ടറുടെ അടുത്ത് പറയുന്നുണ്ട്. റോബർട്ട് അമ്മയുടെ കൂടെയാണ് താമസിക്കുന്നത്. അവരൊരു ക്ലീനിങ് ജോലിക്കാരിയാണ്. അപ്പൊ അച്ഛനോ? അവൻ അച്ഛനില്ല. അച്ഛനില്ലെന്നോ? അങ്ങനെ ഇല്ലാതിരിക്കാൻ പറ്റില്ലല്ലോ എന്നാണ് ഇൻസ്പെക്ടർ പറയുന്നത്. അങ്ങനെ അവരിപ്പോ റോബർട്ടോയുടെ വീട്ടിലെത്തി. ഈ സമയം റോബർട്ടോയും അയാളുടെ അമ്മയും അവിടെ ഇരിക്കുന്നുണ്ട്. ഇപ്പൊ റോബർട്ടോ അന്നയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അന്നയായിരുന്നു എനിക്ക് ആകെ ഉണ്ടായിരുന്ന ഒരു ആശ്വാസം. അന്ന മാത്രം. നീ ഇന്ന് മുഴുവൻ നിന്റെ വീട്ടിൽ തന്നെ ആയിരുന്നു എന്നാണല്ലോ നിന്റെ അമ്മ പറഞ്ഞത്. അതെ, ഞാൻ ജോലിക്ക് പോയില്ല. അതെന്താ പോവാത്തത്? ഞാൻ ജോലി ചെയ്യുന്നത് ഒരു ഫാക്ടറിയിലാണ്. ഫാക്ടറിയിലെ ജോലി അത്ര സുഖമുള്ളതൊന്നല്ല എന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ സിക്ക് ലീവ് എടുക്കാറുണ്ട്. നീ അവസാനമായിട്ട് അന്നയെ കണ്ടതപ്പോഴാണ് ഇന്ന് രാവിലെ. ഇന്ന് രാവിലെയോ? ഏത് സമയത്ത്? 8 മണി ആയപ്പോഴാണ് ഞാൻ അവളുടെ വീട്ടിൽ നിന്ന് പോകുന്നത്. ഓ, അങ്ങനെയാണല്ലേ. നിങ്ങളെന്താ സെക്സ് ചെയ്യായിരുന്നോ? അതറിഞ്ഞിട്ട് എന്തിനാണ്? അതിന്റെ സ്വകാര്യതയല്ലേ. റോബർട്ടോ, ഇവിടെ നടന്നിരിക്കുന്ന ഒരു കൊലപാതകമാണ്. അതുകൊണ്ട് അറിഞ്ഞിട്ട് കാര്യമുണ്ട്. അതുകൊണ്ട് പറ. അതെ, ഞങ്ങൾ സെക്സ് ചെയ്യായിരുന്നു. അങ്ങനെ അവനോടുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ചതിന് ശേഷം ഇൻസ്പെക്ടർ ഇപ്പോൾ അയാളുടെ ഓഫീസിലെത്തി. അയാൾ മരിച്ച അന്നയുടെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് ആ ലോറൻസോ അങ്ങോട്ട് വരുന്നത്. ഞാൻ അവളുടെ അയൽക്കാരോടൊക്കെ സംസാരിച്ചു. പതിവ് പോലെ രാവിലെ 8 മണിക്കാണ് അവൾ പുറത്തേക്ക് പോയത്. ടൗണിൽ വെച്ച് അവൾ മറ്റൊരാളെ കണ്ടിരുന്നു. ആരെ? കൊറാഡോ കനാലി എന്നാണ് അയാളുടെ പേര്. സിറ്റിയിൽ അയാൾക്കൊരു ഷോപ്പുണ്ട്. പക്ഷെ അതിപ്പം നടത്തുന്നത് അയാളുടെ ഭാര്യയാണ്. അവർ ഡിവോഴ്സ്ഡ് ആണ്. ഭാര്യയുടെ പേര് ഷിയാര. എന്നൊരു കാര്യം ചെയ്യ്, നീ അയാളോട് വരാൻ പറ. അങ്ങനെ ഇൻസ്പെക്ടർ അത് പറയുമ്പോൾ ലോറൻസോ ഉടനെ തന്നെ ആ കൊറോഡോ കനാലിയെ വിളിക്കാൻ വേണ്ടി പുറത്തേക്ക് പോയി. കുറച്ച് സമയത്തിന് ശേഷം ആ കനാലി ഇപ്പൊ ഇൻസ്പെക്ടറുടെ അടുത്തേക്ക് എത്തി. ഗുഡ് മോർണിംഗ് ഇൻസ്പെക്ടർ. അന്നയുടെ കാര്യം ഞാൻ അറിഞ്ഞു. ഭയങ്കര കഷ്ടമായി പോയി. എനിക്ക് അവളെ നന്നായിട്ട് അറിയാമായിരുന്നു. എന്റെ മകൻ ആഞ്ചലോയുടെ ആയയായിരുന്നു അവള്. നിങ്ങളിന്ന് എവിടെ വെച്ചിട്ടാണ് അവളെ കണ്ടത്? കോഫി ഷോപ്പിനടുത്ത് വെച്ചിട്ട്. ഞാൻ അവൾക്കൊരു കോഫി ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവൾ കോഫി കുടിച്ചോ? ഇല്ല, പോവാണെന്ന് പറഞ്ഞ് വേഗം പോയി. എങ്ങോട്ടാണെന്ന് പറഞ്ഞോ? ഇല്ല, പറഞ്ഞില്ല. ആ സംസാരത്തിനിടയിൽ ഇൻസ്പെക്ടർ നോക്കുമ്പോൾ ഈ മരിച്ചുപോയ അന്നയുടെ അച്ഛനും സിസ്റ്ററും അങ്ങോട്ട് വന്നിട്ടുണ്ട്. അച്ഛന്റെ പേര് നദാൽ എന്നും സിസ്റ്ററുടെ പേര് സിൽവിയ എന്നുമാണ്. അങ്ങനെ ആ കനാലിയോടുള്ള ചോദ്യം ചെയ്യലൊക്കെ കഴിഞ്ഞ് ഈ സിറ്റി വിട്ടു പോകരുതെന്നും പറഞ്ഞിട്ട് ഇൻസ്പെക്ടർ അയാളെ പറഞ്ഞുവിടുകയാണ്. അടുത്തതായിട്ട് അയാൾ വിളിക്കുന്നത് അന്നയുടെ അച്ഛനായ നദാലിനെയാണ്. അന്നയുടെ കയ്യിൽ നിന്ന് കണ്ടെടുത്ത ചില കാര്യങ്ങളൊക്കെ അയാൾ ഇപ്പോൾ ടേബിളിൽ നിരത്തി വെച്ചിട്ടുണ്ട്. ഇതിൽ അന്നയുടേതല്ലാത്തായിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, എല്ലാം അവളുടേതാണ്. ഇൻസ്പെക്ടർ, ഞാനൊരു കാര്യം പറയാം. അവളുടെ ബോഡി ഐഡന്റിഫൈ ചെയ്യാൻ എന്നെ വിളിച്ചോണ്ട് പോകരുത്. എനിക്കത് കാണാൻ വയ്യ. പേടിക്കേണ്ട മിസ്റ്റർ നദാൽ. അന്നയുടെ ബോഡി നിങ്ങളുടെ മകളായ സിൽവിയെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. സിൽവി എന്റെ മകളൊന്നുമല്ല. എന്റെ ഭാര്യയെ ഞാൻ ആദ്യം കാണുമ്പോൾ അവളുടെ മുൻ ഭർത്താവ് മരിച്ചിട്ട് അധികമായിരുന്നില്ല. അയാളുടെ മകളാണ് സിൽവിയ. സിൽവിയയ്ക്ക് അപ്പോൾ 1 വയസ്സായിരുന്നു. അല്ല, നിങ്ങൾ ഇത്രയും സാധനങ്ങൾ നടത്തി വെച്ചിട്ട് അവളുടെ ഫോൺ എന്താ അതിലില്ലാത്തത്? ഫോൺ ഫോറൻസിക്കാരുടെ അടുത്താണ്. അത് ഉടനെ തന്നെ തിരിച്ചു കിട്ടും. പിന്നെ ഒരു കാര്യം കൂടെ കാണുന്നില്ല, അവളുടെ ബാഗ്. അതെവിടെ? അവളുടെ കയ്യിൽ ബാഗ് ഉണ്ടായിരുന്നു എന്ന കാര്യം ഉറപ്പാണോ? അതെ, ബാഗുമായിട്ടാണ് അവൾ രാവിലെ ഇറങ്ങിയത്. എന്നാൽ എന്റെ മോക്ക് എങ്ങനെയാണ് ഇങ്ങനെ സംഭവിച്ചത്? ആരാണ് ഇത് ചെയ്തത് എന്നൊക്കെ ചോദിച്ചിട്ട് അയാൾ കരയാൻ തുടങ്ങി. അടുത്തതായിട്ട് ഇൻസ്പെക്ടർ ചോദ്യം ചെയ്യുന്നത് അന്നയുടെ സിസ്റ്ററായ സിൽവിയയാണ്. അന്നയുടെ ബാഗിൽ എന്താണ് ഉണ്ടായിരുന്നത്? അതിപ്പോ കാണാനില്ല. പതിവ് സാധനങ്ങളൊക്കെ തന്നെ, പ്രത്യേകിച്ചൊന്നുമില്ല. അവൾക്ക് ഡയറി ഉണ്ടോ? അതെനിക്കറിയത്തില്ല. ഉണ്ടെങ്കിൽ എന്നോട് പറയില്ല. അതെന്താ പറയാത്തെ? അന്നൊരു പ്രത്യേക ടൈപ്പായിരുന്നു. എന്നെപ്പോലെ ഒന്നും ആയിരുന്നില്ല. അങ്ങനെ ആ ചോദ്യം ചെയ്യൽ കഴിഞ്ഞ് ലോറൻസോ സിൽവേനെയും കൊണ്ട് അവിടുന്ന് പോയി. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം ഇൻസ്പെക്ടറും ടീമും ഇപ്പൊ അന്നയുടെ റൂം സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അയാൾക്ക് അവിടെ നിന്നൊരു വാച്ച് കിട്ടുന്നുണ്ട്. ആണുങ്ങൾ കിട്ടുന്നൊരു വാച്ചാണ്. ഇത് ആരുടെ വാച്ചാണ്? അയാളത് ചോദിക്കുന്നത് സിൽവിയയുടെ അടുത്താണ്. ആ വാച്ച് റോബർട്ടോയുടേതാണ്. അവർ ഇടയ്ക്കിടയ്ക്ക് വാച്ച് വെച്ച് മാറാറുണ്ട്. അവർ ഇന്നലെ രാത്രി ഇവിടെയല്ലേ തങ്ങിയത്? നീ അവരെ കണ്ടിരുന്നോ? ഇല്ല, അവർ മുകളിലേക്ക് വന്ന സമയത്ത് ഞാൻ ചിലപ്പോൾ ഉറങ്ങായിരിക്കും. അച്ഛന് റോബർട്ടോയെ ഇഷ്ടമല്ല. അതുകൊണ്ട് അവർ രഹസ്യമായിട്ടാണ് കണ്ടിരുന്നത്. അവൻ പണിയെടുക്കാത്ത മടിയനാണെന്നാണ് അച്ഛൻ പറയാറ്. റോബർട്ടോ ആളെങ്ങനെയാണ്? അവനെക്കുറിച്ച് ചോദിച്ചാൽ എനിക്കങ്ങനെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. പിന്നെ മടിയന്മാരെ വെറുക്കുകയാണെങ്കിൽ ഈ ലോകത്തുള്ള പകുതി പേരെയും വെറുക്കേണ്ടി വരും. അങ്ങനെ അവിടുത്തെ തെളിവെടുപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇൻസ്പെക്ടറും കൂട്ടരും അവിടെ നിന്ന് ഇറങ്ങി. ഇൻസ്പെക്ടർ ഇപ്പോൾ അയാളുടെ ഓഫീസിൽ ഇരുന്നിട്ട് അന്നയുടെ ചില വീഡിയോ ഫുട്ടേജുകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിൽ അവൾ ഹോക്കി കളിക്കുന്നുണ്ട്, ബോട്ടിൽ യാത്ര ചെയ്യുന്നുണ്ട്, അങ്ങനത്തെ പല ഫുട്ടേജുകളും ഉണ്ട്. അതിൽ ചില ഫുട്ടേജുകളൊക്കെ എടുത്തിരിക്കുന്നത് അവളുടെ അച്ഛൻ തന്നെയാണ്. അവളെ മാത്രം ഫോക്കസ് ചെയ്തിട്ടാണ് അയാൾ ആ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ആ വീഡിയോയിൽ അവൾ അച്ഛൻ്റെ അടുത്ത് പറയുന്നുണ്ട്, മതി മതി, എന്നെ മാത്രം ഇങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കാതെ എന്ന്.
പക്ഷെ എങ്കിലും അയാൾ അവളെ തന്നെ മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത്. അതെല്ലാം കാണുമ്പോൾ ഇൻസ്പെക്ടറിന് എന്തൊക്കെയോ ഡൗട്ട് തോന്നാൻ തുടങ്ങി. അടുത്തതായിട്ട് ഇൻസ്പെക്ടറും ടീമും നേരെ പോകുന്നത് അന്നയുടെ ഹോക്കി കോച്ചിനെ കാണാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഉടനെ തന്നെ ഇൻസ്പെക്ടർ അയാളെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. കഷ്ടകാലമാണ്, അതിപ്പോ എനിക്ക് ശീലമായി. 8 മാസം മുമ്പ് അവള് പറഞ്ഞു അവൾ ഇനി മത്സരിക്കാനില്ലെന്ന്. മലഞ്ചെരുവിലൂടെ ഓടുന്നത് മാത്രമാണ് അത്ര അവൾക്ക് ഇഷ്ടം, അത് ഒറ്റയ്ക്കാണെങ്കിൽ ഒരു രസം ഉണ്ടാവില്ല എന്ന് ഞാൻ അന്ന് തമാശയ്ക്ക് പറഞ്ഞു. തമാശയ്ക്ക് പറഞ്ഞെന്നോ? അതെ, അവളെ ഒന്ന് ചിരിപ്പിക്കാൻ വേണ്ടി. എന്നിട്ട് അവള് ചിരിച്ചോ? ഹേയ്, അവള് സാധാരണ ചിരിക്കാറേ ഇല്ല. നിനക്ക് അന്നയോട് താല്പര്യം ഉണ്ടായിരുന്നു? അങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഈ കൊലക്കുറ്റം എന്റെ തലയ്ക്ക് ഇടുവോ? നിങ്ങൾ ഓൾറെഡി സംശയിക്കുന്നുണ്ട്. നിങ്ങൾ 3 മാസം മുമ്പ് ഒരു കേസിൽ ശിക്ഷിക്കപ്പെട്ടിട്ടില്ലേ? അത് കോടതിക്ക് തെറ്റുപറ്റിയതാണ്. ആ വിധി ഒന്ന് വായിച്ചു നോക്ക്. അതൊക്കെ ഞാൻ വായിച്ചോളാം. ഇപ്പൊ നീ ചോദിച്ചതിന് മറുപടി പറ. ഓക്കെ, ഞാൻ പറയാം. അന്ന വളരെ സുന്ദരിയായ ഒരു പെൺകുട്ടിയായിരുന്നു. അവളെ കണ്ടാൽ ആർക്കും ഇഷ്ടം തോന്നും. അതുകൊണ്ട് എനിക്കും ഇഷ്ടമായി. ആ സമയത്ത് റോബർട്ടോയുമായിട്ട് അവൾക്ക് അടുപ്പമില്ലായിരുന്നു. അതുകൊണ്ട് അവളുമായിട്ട് അടുക്കാൻ പറ്റുമെന്ന് ഞാൻ കരുതി. ആ സമയത്ത് അവൾക്ക് 17 വയസ്സായിരുന്നു, അതായത് മൈനർ. അവളുടെ ഇരട്ടി പ്രായമുണ്ട് നിനക്ക്. അപ്പൊ എങ്ങനെ അടുക്കാനാ നീ ഉദ്ദേശിച്ചത്? നോക്ക് ഇൻസ്പെക്ടർ, ഞങ്ങൾ വെറും സുഹൃത്തുക്കൾ മാത്രമായിരുന്നു. ഹോക്കി കളിയൊക്കെ ഉപേക്ഷിച്ചതിന് ശേഷവും അവൾ എന്നോട് സംസാരിക്കാൻ വേണ്ടി ഇവിടേക്ക് വരാറുണ്ടായിരുന്നു. ഞങ്ങൾ തമ്മിൽ എങ്ങനെയായിരുന്നെന്ന് ഇവിടുത്തെ ആൾക്കാരോട് ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 1 മാസം മുമ്പ് എന്റെ വണ്ടിയിലാണ് അവളെ ഞാൻ സിറ്റിയിലേക്ക് കൊണ്ടുപോയത്. എന്തിന്? അവളുടെ എന്തോ ടെസ്റ്റ് റിസൾട്ട് വാങ്ങാനാണ് എന്നാണ് അവൾ എന്നോട് പറഞ്ഞത്. അവളുടെ ബസ് മിസ്സായി, അതുകൊണ്ട് എൻ്റെ കാറിലാണ് കയറിയത്. എന്ത് ടെസ്റ്റായിരുന്നു? ഞാനത് ചോദിച്ചു. പക്ഷെ അതൊന്നും ഞാൻ അറിയണ്ട എന്നാണ് അവൾ എന്നോട് പറഞ്ഞത്. ഞാൻ കരുതി റോബർട്ടോ അവളെ ഗർഭിണിയാക്കിയിട്ടുണ്ടാവുമെന്നാണ്. പക്ഷെ അവളുടെ ഒരു രീതി അങ്ങനെയായിരുന്നു. എല്ലാം സ്വയം ചെയ്യുന്ന ഒരു പ്രകൃതമായിരുന്നു അവൾക്ക്. ഈ ഒരു ക്വാളിറ്റി ഉള്ളത് കൊണ്ടാണ് ഞാൻ അവളെ ടീമിന്റെ ക്യാപ്റ്റനാക്കിയത്. ഓക്കെ, അവളെ നിങ്ങൾ അവസാനമായിട്ട് കണ്ടത് എപ്പോഴാണ്? ഇന്നലെ രാവിലെ. എവിടെ വെച്ച്? എത്ര മണിക്ക്? കോഫി ഷോപ്പിനടുത്ത് വെച്ചിട്ട്. ഞാൻ കാറിൽ പോവായിരുന്നു. അവളുടെ കൂടെ ആ കൊറോഡോ കനാലിയും ഉണ്ടായിരുന്നു. കൃത്യമായിട്ട് പറ, അവൾ അയാളെ തടഞ്ഞു നിർത്തി സംസാരിക്കുകയായിരുന്നോ അതോ യാദൃശികമായിട്ട് കണ്ടുമുട്ടിയതായിരുന്നോ? അതെനിക്കറിയത്തില്ല. ഞാൻ അതിലെ പാസ് ചെയ്യുമ്പോൾ അവർ തമ്മിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. അങ്ങനെ അവനെ ചോദ്യം ചെയ്ത് ഇൻസ്പെക്ടർ പുറത്തേക്ക് ഇറങ്ങി. അയാൾ നേരെ പോകുന്നത് ആ ലോറൻസോയുടെ അടുത്തേക്കാണ്. അവളുടെ റൂമിൽ വെച്ച് മെഡിക്കൽ ടെസ്റ്റിന്റെ എന്തെങ്കിലും റിസൾട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നോ? ഏയ്, അങ്ങനെയൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ ഇതാ നമ്മൾ ആവശ്യപ്പെട്ട ലിസ്റ്റ്. ഇവരെയാണ് അന്നെ സ്ഥിരമായിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നത്. ബാക്കി കൂടെ കിട്ടാൻ കുറച്ച് ദിവസം എടുക്കും. ലോറൻസോ അത് പറയുമ്പോൾ ഇൻസ്പെക്ടർ ആണെങ്കിൽ ആ പേരുകളൊക്കെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്തായിട്ട് ഇൻസ്പെക്ടർ പോകുന്നത് ആ കൊറോഡോ കനാലിയെ കാണാൻ വേണ്ടിയിട്ടാണ്. ഞാൻ അന്നയുടെ കോൾ ലിസ്റ്റ് ഒക്കെ എടുത്തു. അന്ന ഡെയിലി നിങ്ങളെ വിളിക്കാറുണ്ടായിരുന്നല്ലേ? ആ കാര്യം എന്തുകൊണ്ടാണ് നിങ്ങൾ ഞങ്ങളോട് മറച്ചു വെച്ചത്? പറയണമെന്നുണ്ടായിരുന്നു. ഞാനത് പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ തെറ്റിദ്ധരിച്ചേനെ. എന്ത് തെറ്റിദ്ധരിക്കാൻ? നിങ്ങൾ തമ്മിൽ ഇനി വല്ല ബന്ധമുണ്ടായിരുന്നോ? ഏയ്, ഞങ്ങൾ തമ്മിലൊരു ബന്ധമില്ല. മുൻകൂട്ടി നിശ്ചയിച്ചാണോ ഇന്നലെ നേരിൽ കണ്ടത്? ഏയ് അല്ല, യാദൃശ്ചികമായിട്ട് കണ്ടുമുട്ടിയതാണ്. പിന്നെ അവൾക്ക് എന്നോട് ഒരു ക്രഷ് ഉണ്ടായിരുന്നു. അവൾ എന്നെ വല്ലാതെ പ്രേമിക്കുന്നുള്ളത് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഭാര്യയുമായിട്ട് പിരിഞ്ഞതിന് ശേഷം ഞാൻ സങ്കടത്തിലാണ് എന്ന കാര്യം അവൾക്ക് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് അവൾ എന്നെ എന്നും വിളിച്ചത്. അങ്ങനെ അന്ന് രാത്രിയായപ്പോൾ ഇൻസ്പെക്ടർ വീട്ടിലെത്തി. ഈ ഇൻസ്പെക്ടർക്ക് ഒരു മകളാണുള്ളത്. ഇവളുടെ പേര് ഫ്രാഞ്ചി എന്നാണ്. അയാളുടെ ഭാര്യയ്ക്ക് ഓർമ്മക്കുറവാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അവളിപ്പോൾ വേറൊരു സ്ഥലത്താണ് താമസിക്കുന്നത്. അമ്മയെ കാണാത്തോണ്ട് അവൾക്ക് എപ്പോഴും വിഷമമാണ്. പക്ഷെ കൊണ്ടുപോയിട്ട് കാര്യമില്ല എന്ന കാര്യം ഇൻസ്പെക്ടർക്ക് അറിയാം. കാരണം അവൾ ഇവളെ പോലും തിരിച്ചറിയത്തില്ല. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഇൻസ്പെക്ടറും ആൽഫ്രഡോയും കൂടെ ആ കായലിന്റെ അടുത്തേക്ക് തന്നെയാണ് പോകുന്നത്. ആൽഫ്രഡോ, അവൾ അന്ന് അങ്ങനെ കിടക്കുന്ന കണ്ടപ്പോൾ നിനക്ക് എന്താണ് തോന്നിയത്? എന്തു തോന്നാൻ? ഉറങ്ങി കിടക്കുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. എന്തിനായിരിക്കും ആ കൊലയാളി അവളെ പാടുപെട്ട് ആ പൊസിഷനിൽ കിടത്തിയത്? അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. അത് നിന്റെ മനസ്സിലെ ക്രിമിനൽ ബുദ്ധി ഒന്ന് പ്രയോഗിച്ചു നോക്ക്, അപ്പം നിനക്ക് മനസ്സിലാവും. എങ്ങനെ ആലോചിച്ചിട്ടും എനിക്കതിനൊരു ഉത്തരം കിട്ടിയിട്ടില്ല. എനിക്ക് തോന്നുന്നത് ആ കൊലയാളി അവളെ നഗ്നയാക്കിയത് ഇതൊരു ലൈംഗിക കുറ്റകൃത്യമാണെന്ന് തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കുമെന്നാണ്. അങ്ങനെയും ആവാം. പക്ഷെ അയാൾക്ക് അങ്ങനെ അവളെ ചെളിയിലിട്ടിട്ട് പോരാൻ തോന്നിയില്ല. അതുകൊണ്ട് ബോഡി എടുത്ത് ഇങ്ങനെ ചെരിച്ചു കിടത്തി, ഉറങ്ങുന്നത് പോലെ. എല്ലാം സമാധാനപരമാണെന്ന് തോന്നിപ്പിക്കണമായിരുന്നു അയാൾക്ക്. അങ്ങനെ പോവാൻ നേരത്ത് അയാളൊന്ന് തിരിഞ്ഞു നോക്കി. അപ്പോൾ കണ്ടത് അന്നയുടെ കണ്ണുകൾ അയാളെ തുറച്ചു നോക്കുന്നതായിട്ടാണ്. ആ നോട്ടം ജീവിതകാലം മുഴുവൻ അയാളെ വേട്ടയാടുമെന്ന് അയാൾക്ക് തോന്നി. അതുകൊണ്ട് അയാൾ വീണ്ടും വന്നിട്ട് അവളുടെ തല തിരിച്ചിട്ടു. ഇതാണ് സംഭവിച്ചത്. ഇപ്പൊ കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ? മനസ്സിലായി. നോക്ക് ആൽഫ്രഡോ, ഇതിലൊരു സെന്റിമെന്റ്സിന്റെ അംശമുണ്ട്. അവളെ കൊന്നത് ആരാണെങ്കിലും അയാൾക്ക് അവളോട് ഇഷ്ടമുണ്ടായിരുന്നു എന്നാണ് ഇൻസ്പെക്ടർ പറയുന്നത്. അങ്ങനെ ഇൻസ്പെക്ടർ അടുത്തായിട്ട് പോകുന്ന ഹോസ്പിറ്റലിലേക്കാണ്. ഇപ്പൊ അന്നയുടെ പോസ്റ്റ്മോർട്ടം ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് ആണ് അവിടുത്തെ ഡോക്ടർ ഇപ്പൊ പറഞ്ഞു കൊടുക്കുന്നത്. ആ വക്കീലും അവിടെ നിൽക്കുന്നുണ്ട്. കൊലയാളി ആരായിരുന്നെങ്കിലും അയാളെ ഇവക്ക് പരിചയമുണ്ട്. ഇവൾ അയാളെ വിശ്വസിച്ചിരുന്നു. അല്ല, വല്ല റേപ്പ് അറ്റംപ്റ്റ് നടന്നിട്ടുണ്ടോ? ഇല്ല, ഇവൾ ഇപ്പോഴും വെർജിനാണ്. ഡോക്ടറുടെ ആ ഒരു ഉത്തരം അവരെ ശരിക്കും അത്ഭുതപ്പെടുത്തി കളഞ്ഞു. ഉറപ്പാണോ? ഇവൾ ഒരിക്കലും സെക്സ് ചെയ്തിട്ടില്ലേ? ഇല്ല. ഇവൾ എങ്ങനെയാണ് കൊന്നത്? ഇൻസ്പെക്ടറാണോ ചോദിക്കുന്നത്. ഇവളുടെ തല വെള്ളത്തിൽ മുക്കിപ്പിടിച്ചു. കഴുത്തിൽ അതിന്റെ പാടുകളുണ്ട്. അങ്ങനെ ചെയ്താൽ എത്ര സമയം കൊണ്ട് മരിക്കും? അന്ന ഒരു അത്ലറ്റ് അല്ലായിരുന്നോ? അതുകൊണ്ട് ഇവളുടെ ലങ്സിന് നല്ല കപ്പാസിറ്റി ഉണ്ട്. മിനിമം ഒരു 8 മിനിറ്റെങ്കിലും എടുത്തു കാണും ഇവള് മരിക്കാൻ. പിന്നെ നഖത്തിനടിയിൽ തൊലിയൊന്നും കാണുന്നില്ല.
ഇവൾ അയാളെ മാന്താനൊന്നും ശ്രമിച്ചിട്ടില്ല. ഇവളുടെ നഖം പരിശോധിച്ചപ്പോൾ ഞങ്ങൾക്കത് മനസ്സിലായി. പിന്നെ ഇവളെ കൊല്ലാൻ അധികം പ്രയാസപ്പെടേണ്ടി വന്നിട്ടില്ല. ഇനി കൊന്നത് വല്ല സ്ത്രീയുമാണോ ഡോക്ടർ? വക്കീലാണത് ചോദിക്കുന്നത്. അതിനും സാധ്യതയുണ്ട്. പക്ഷെ അന്ന ശക്തിയായിരുന്നു. എന്നിട്ടും അവളെ എതിർത്തില്ല, മരിക്കാൻ നിന്നു കൊടുത്തു. ഒരുപക്ഷെ അന്നയും കൊലയാളിയും തമ്മിൽ വല്ല മുൻധാരണ ഉണ്ടായിരിക്കാം. പിന്നെ നിങ്ങൾക്ക് അറിയാത്ത വേറൊരു കാര്യം കൂടെ ഞാൻ പറയാം. അന്നയ്ക്കൊരു അസുഖം ഉണ്ടായിരുന്നു. അത് ബ്രെയിൻ ട്യൂമറാണ്. പരമാവധി 1 വർഷം കൂടി അവള് ജീവിക്കത്തുള്ളായിരുന്നു എന്നാണ് ഡോക്ടർ പറയുന്നത്. ആ ഒരു ഇൻഫർമേഷനും അവരെ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു. അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഇൻസ്പെക്ടർ നേരെ പോകുന്നത് അന്നയുടെ അച്ഛൻ്റെ അടുത്തേക്കാണ്. അയാൾ അവിടെ പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. എന്താ ഇൻസ്പെക്ടർ കാര്യങ്ങളൊക്കെ? എൻ്റെ മകളെ എപ്പോൾ തിരിച്ചു കിട്ടും, ഉടനെ തന്നെ കിട്ടും. എങ്കിൽ ഉടനെ തന്നെ വേണം, എനിക്ക് അവളുടെ സംസ്കാരം നടത്താനുള്ളതാണ്. അല്ല ഇൻസ്പെക്ടർ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ആ ഡോക്ടർ നേരത്തെ എൻ്റെ അടുത്ത് വന്നിങ്ങനെ ഇരുന്നു. അന്ന എന്ത് മരുന്നാണ് കഴിക്കുന്നതെന്നൊക്കെ ചോദിച്ചു. അതെന്താ സംഭവം? അവൾക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടായിരുന്നോ? അത് മൊഴികളൊക്കെ കൃത്യമാണല്ലോ, അതുകൊണ്ട് ചോദിച്ചതാണ്. ചിലപ്പോൾ വല്ല തലവേദനയുടേതായിരിക്കും. തലവേദന എല്ലാവർക്കും വരുന്നതല്ലേ? അതും ഇതുമായിട്ട് എന്താണ് ബന്ധം? അതിങ്ങനെയൊക്കെ ചോദിക്കുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാവാത്ത ചിലതൊക്കെ ഈ കേസിലുണ്ട്. അന്ന എന്തിനാണ് ഹോക്കി ഉപേക്ഷിച്ചത്? അവൾ ശക്തിയായിരുന്നല്ലേ? ഇനി എന്തെങ്കിലും കുഴപ്പമുണ്ടായിരുന്നോ? എൻ്റെ അറിവിൽ അങ്ങനെയൊന്നുമില്ല. ആ കുട്ടി മരിച്ചതിന് ശേഷമാണ് അന്ന കളി നിർത്തിയത്. ഏത് കുട്ടി? ആഞ്ചലോ, ആ കൊറോഡോ കനാലിയുടെ മകൻ. അവളുടെ ആയായിരുന്നല്ലോ അന്ന. അവന് 3 വയസ്സായിരുന്നു പ്രായം. അവൻ മരിച്ച സമയത്ത് ഒരാഴ്ച മുഴുവൻ അന്ന കരച്ചിലായിരുന്നു. അതുകൊണ്ടാണ് അവൾ കളി നിർത്തിയത്. വേറെ വല്ലതുമായിരുന്നെങ്കിൽ അവൾ ആ കാര്യം എന്നോട് പറഞ്ഞേനെ. അന്ന എല്ലാം നിങ്ങളോട് പറഞ്ഞിരുന്നു എന്നത് ഉറപ്പാണോ? ഞാൻ അവളുടെ അച്ഛനല്ലേ, എനിക്കറിയാം അവളെ. നിങ്ങൾക്ക് ഒരു മകളുള്ളതല്ലേ, അവളുടെ മനസ്സിലെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തില്ലേ? ഇതേ സമയം തന്നെ അന്നയുടെ ബോയ്ഫ്രണ്ടായ റോബർട്ടോ ഇപ്പോൾ അവൻ്റെ വീട്ടിലിരുന്ന് കമ്പ്യൂട്ടറിൽ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് അവൻ്റെ അമ്മ അങ്ങോട്ട് വരുന്നത്. അവൻ ഈ സമയത്തും കമ്പ്യൂട്ടറിന് മുന്നിൽ ഇങ്ങനെ കുത്തിയിരിക്കുന്ന കാണുമ്പോൾ അവർക്ക് ശരിക്കും ദേഷ്യം വരാൻ തുടങ്ങി. നീ എന്താ റോബർട്ടോ ഈ കാണിക്കുന്നത്? ഇന്നും നീ ജോലിക്ക് പോയില്ലേ? എൻ്റെ പൊന്നമ്മയൊന്ന് പോയവിടുന്ന്. ഞാൻ ആകെ പ്രാന്ത് പിടിച്ചിരിക്കുകയാണ്. നടന്ന കാര്യമൊക്കെ അമ്മയ്ക്ക് അറിയാവുന്നതല്ലേ? അതെ, പക്ഷെ നിന്റെ എംപ്ലോയർക്ക് അതൊന്നും അറിയേണ്ട കാര്യമില്ല. നാളെയും നീ ജോലിക്ക് പോയില്ലെങ്കിൽ അവർ നിന്നെ ഉറപ്പായിട്ടും പുറത്താക്കും. അവരതൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആ ലോറൻസോയും ടീമും വീണ്ടും അങ്ങോട്ട് വരുന്നത്. ആ വീട് സെർച്ച് ചെയ്യാൻ അവരുടെ കയ്യിൽ ഒരു വാറന്റ് ഉണ്ട്. അങ്ങനെ ഉടനെ തന്നെ ലോറൻസോ ആ വീട് മൊത്തം സെർച്ച് ചെയ്യാൻ തുടങ്ങി. അന്നയുടെ ചില ടെസ്റ്റ് റിസൾട്ടൊക്കെ അവർക്ക് അവിടെ നിന്ന് കിട്ടുന്നുണ്ട്. ഇതെന്താണെന്ന് ചോദിക്കുമ്പോൾ ഇത് അവളുടെ വീട്ടിൽ വെച്ച് ശരിയാവത്തില്ല എന്ന് പറഞ്ഞിട്ട് അന്ന തന്നെ എന്നെ ഏൽപ്പിച്ചതാണ് എന്നാണ് റോബർട്ട് മറുപടി പറയുന്നത്. നീ എന്താ ഞങ്ങൾ പോലീസുകാരെ മണ്ടന്മാരാക്കുകയാണോ? ഞാൻ മണ്ടന്മാരാക്കിയിട്ടൊന്നുമില്ല. നിങ്ങൾ ഈ ടെസ്റ്റ് റിസൾട്ടാണ് അന്വേഷിച്ചിരുന്നെങ്കിൽ അത് ആദ്യം അങ്ങോട്ട് പറഞ്ഞാൽ പോരായിരുന്നോ? ഞാൻ തരത്തില്ലായിരുന്നോ? ഓക്കെ. പിന്നെ ഇവിടെ അന്നയുടെ കുറച്ച് CD കാണുന്നുണ്ടല്ലോ, ഇതൊക്കെ ഞങ്ങൾ കൊണ്ടുപോവാണ്. പിന്നെ നീ ഞങ്ങളോട് പറയാത്ത വേറെയും കാര്യങ്ങളുണ്ട്. എല്ലാം വിശദമായിട്ട് തന്നെ ഇൻസ്പെക്ടറോട് പറയണം എന്നാണ് ലോറൻസോ പറയുന്നത്. ഈ സമയത്താണ് അയാളുടെ കൂടെ വന്ന ഒരു പോലീസുകാരൻ അങ്ങോട്ട് വരുന്നത്. അത്യാവശ്യമായിട്ട് നിങ്ങളൊരു സാധനം കാണിക്കാണ്ടെന്ന് പറഞ്ഞിട്ട് ആ പോലീസുകാരൻ ലോറൻസോയും വിളിച്ചുകൊണ്ട് പുറത്തേക്ക് പോവാണ്. അവരവിടെ ചെന്ന് നോക്കുമ്പോൾ അതൊരു ചുവന്ന കളറുള്ള ബാഗാണ്. അത് അന്നയുടെ ബാഗാണ്. അയാൾ അതുമായിട്ട് നേരെ പോകുന്നത് ആ റോബർട്ടോയുടെ അടുത്തേക്കാണ്. ഇത് അന്നയുടെ ബാഗല്ലേ? അതെ. ഇതെവിടുന്ന് കിട്ടി? പുറത്തുനിന്ന് കിട്ടി. ചുമ്മാ പറയല്ലേ? അതെ, ഇവിടുന്ന് തന്നെയാണ് കിട്ടിയത്. നീ ഞങ്ങളുടെ കൂടെ വന്നേ. എന്തിന്? വരാൻ പറഞ്ഞാൽ വന്നാ മതി. എന്താ നിങ്ങളുടെ ഉദ്ദേശം? എന്നെ കേസിൽ കൊടുക്കാനാണോ? ഞാനല്ല എൻ്റെ അന്നയെ കൊന്നത് എന്നൊക്കെയാണ് അവൻ പറയുന്നത്. പക്ഷെ പോലീസുകാരാണെങ്കിൽ ഒന്നും മിണ്ടാതെ അവന്റെ കൈയും പിടിച്ച് നടക്കാൻ തുടങ്ങി. ഈ സമയത്താണ് റോബർട്ടോ അവരൊക്കെ തട്ടി മാറ്റിയിട്ട് അവിടെ നിന്ന് ഓടിപ്പോകുന്നത്. പോലീസുകാർ അവനെ ഫോളോ ചെയ്യുന്നുണ്ട്. എന്നാൽ റോബർട്ടോ ആണെങ്കിൽ നിൽക്കാതെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് ഇൻസ്പെക്ടർ അയാളുടെ കാറിൽ അങ്ങോട്ട് വരുന്നത്. അവരുടെ മുന്നിലേക്കാണ് ലോറൻസോ ഓടി വരുന്നത്. അന്നയുടെ മെഡിക്കൽ ടെസ്റ്റും ബാഗും അവൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഞാൻ അറസ്റ്റ് ചെയ്യാൻ തുടങ്ങിയത് അവനെ, പക്ഷെ അപ്പോഴേക്കും അവനെ ഓടിക്കളഞ്ഞു. എന്നാൽ വന്നേ, നമുക്ക് അവനെ പിടിക്കണം എന്ന് പറഞ്ഞിട്ട് ഇൻസ്പെക്ടർ ലോറൻസോയും കൊണ്ട് ആ കാറിലേക്ക് കയറി. ഇതേ സമയം റോബർട്ടോ ആണെങ്കിൽ നിർത്താതെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് ഒരു ബസ് അങ്ങോട്ട് വരുന്നത്. അത് കണ്ട ഉടനെ തന്നെ അവൻ അതിലേക്ക് കയറാൻ തുടങ്ങി. എന്നാൽ അപ്പോഴേക്കും ഇൻസ്പെക്ടറും ടീമും വന്നിട്ട് അവനെ പിടിച്ചു. അവരിപ്പം അവരുടെ കാറിലേക്കാണ് കയറ്റുന്നത്. ഞാനൊന്നും ചെയ്തിട്ടില്ല, ഞാനല്ല കൊന്നത്. നിങ്ങൾ കൊന്ന ആളെ പോയി പിടിക്കേ, ഞാൻ പറയുന്നൊന്ന് വിശ്വസിക്കേ എന്നൊക്കെ അവൻ പറയുന്നുണ്ട്. പക്ഷെ അവരതൊന്നും കേൾക്കാതെ അവൻ ആ കാറിൻ്റെ അകത്തേക്ക് കയറ്റാണ്. അങ്ങനെ സ്റ്റേഷനിലെത്തിച്ച് ഇൻസ്പെക്ടർ വീണ്ടും അവനെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. ഇത് കൊലപാതകമാണ് റോബർട്ടോ, അതുകൊണ്ട് സത്യം പറ, എന്താണ് ഉണ്ടായത്? ഞാൻ പറഞ്ഞില്ലേ, എനിക്കിതുമായിട്ടൊരു ബന്ധവുമില്ല. ഞാൻ അവളെ സ്നേഹിക്കുകയേ ചെയ്തിട്ടുള്ളൂ. ഞാനല്ല എൻ്റെ അന്നയെ കൊന്നത്. പിന്നെ അന്നയുടെ CD-കളൊക്കെ എങ്ങനെ നിന്റെ കയ്യിൽ വന്നു? അവളുടെ കമ്പ്യൂട്ടർ വർക്കാവുന്നില്ലായിരുന്നു, അതുകൊണ്ട് എൻ്റെ കമ്പ്യൂട്ടറാണ് അവൾ ഉപയോഗിച്ചത്. നീ എന്തിനാണ് ആ CD-കളൊക്കെ ചെക്ക് ചെയ്തത്? അതിലുള്ളത് എന്താണെന്ന് അറിയാൻ. അത് അറിഞ്ഞിട്ട് നിനക്കെന്തിനാണ്? അവളുടെ കൊലയാളിയെ കുറിച്ചിട്ട് വല്ല സൂചനയും കിട്ടുമോ നോക്കിയതാണ്. അത് ഞങ്ങളുടെ പണിയല്ലേ? ഓ പിന്നെ, നല്ല ആൾക്കാരാണ്. എന്നിട്ട് നിങ്ങൾ എന്താണ് തെളിയിച്ചത്? തെറ്റിയാത്ത എൻ്റെ തലയിലേക്കല്ലേ കുറ്റങ്ങൾ ഇടുന്നത്? നോക്ക് റോബർട്ടോ, നിന്റെ അവസ്ഥ വളരെ മോശമാണ്. അതുകൊണ്ട് വെറുതെ നീ തർക്കിക്കാൻ നിൽക്കണ്ട. പൊട്ടം കളിച്ച് രക്ഷപ്പെടാമെന്നും കരുതണ്ട. അതുകൊണ്ട് സത്യം പറ, അവളുടെ ബാഗ് എങ്ങനെയാണ് നിന്റെ വീട്ടിൽ വന്നത്? നിനക്ക് ആ ലാബ് ടെസ്റ്റിനെ പറ്റി ഒന്നും അറിയത്തില്ലേ? അവളുടെ മരണം എങ്ങനെയാണെന്ന് നടന്നോ നിനക്ക് അറിയത്തില്ലേ? സത്യം പറഞ്ഞോ, അതാണ് നിനക്ക് നല്ലത്. അല്ലാന്നുണ്ടെങ്കിൽ മിനിമം ഒരു 30 വർഷമെങ്കിലും നിനക്ക് ഞാൻ തടവ് മേടിച്ചു തരും.
പക്ഷെ അയാൾ എന്തൊക്കെ ചോദിച്ചിട്ടും എനിക്കൊന്നും അറിയില്ല എന്ന് തന്നെയാണ് അവനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ സായി കേട്ട് ഇൻസ്പെക്ടർ പുറത്തേക്ക് ഇറങ്ങി. ഈ സമയം ആ ലോറൻസോ അവിടെ ഇരിക്കുന്നുണ്ട്. അവൻ എന്തു പറഞ്ഞു? അവൻ തന്നെയാണോ അവളെ കൊന്നത്? അതിനാണ് സാധ്യത കൂടുതൽ. അല്ല ലോറൻസോ, ആ കൊറോഡോ കനാലിയുടെ മകൻ എങ്ങനെയാണ് മരിച്ചത്? ഓ, അത് വലിയൊരു അബദ്ധമായിരുന്നു. ആ പയ്യൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബിസ്ക്കറ്റ് തൊണ്ടയിൽ കുടുങ്ങിപ്പോയി. അവന്റെ പാരന്റ്സ് അത് അറിഞ്ഞപ്പോഴേക്കും കുറേ വൈകിപ്പോയി എന്നാണ് ലോറൻസോ പറയുന്നത്. അങ്ങനെ ഇൻസ്പെക്ടർ ഇപ്പം ആ വക്കീലിനോടാണ് കാര്യങ്ങൾ പറയുന്നത്. ഞാൻ അവനെ ചോദ്യം ചെയ്തു, പക്ഷെ അവനൊന്നും അങ്ങോട്ട് വിട്ടു പറയുന്നില്ല. ഇന്നലെ മുഴുവൻ അവൻ അവന്റെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷെ അവനത് തെളിയിക്കാൻ പറ്റുന്നില്ല. 11 മണിയോടെ അവനൊരു കോൾ വന്നിരുന്നു, പക്ഷെ അവനത് എടുത്തില്ല. ഹെഡ്ഫോൺ വെച്ചതുകൊണ്ട് കോൾ വന്നത് അറിഞ്ഞില്ല എന്നാണ് അവൻ പറയുന്നത്. നിങ്ങൾക്കെന്ത് തോന്നുന്നു? എനിക്കറിയില്ല. ഞങ്ങൾ തമ്മിൽ ഒത്തുപോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവന് തീരെ എന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ല. എന്താണെങ്കിലും എനിക്ക് ഉടനെ തന്നെ ഒരു സ്റ്റേറ്റ്മെന്റ് കിട്ടണം, എങ്കിലേ കാര്യങ്ങളൊക്കെ മുന്നോട്ട് നീക്കാൻ പറ്റൂ. നീ എന്ത് സ്റ്റേറ്റ്മെന്റ് വേണമെങ്കിലും എഴുതി ചേർത്തോ. അല്ല ഇൻസ്പെക്ടർ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ഞാൻ അന്നയുടെ ആ വീഡിയോ കണ്ടു. ആ ഷോട്ടുകളിലൊക്കെ എന്തൊക്കെയോ പന്തികേടുണ്ട്. മകളെ ഷൂട്ട് ചെയ്തിരിക്കുന്ന രീതി, അതും പുറകെ നടന്ന്. മാത്രമല്ല, അന്നയുടെ മാത്രം വീഡിയോ അതിലുള്ളൂ. അവളുടെ സഹോദരിയുടെ ശബ്ദം കേൾക്കുന്നുണ്ട്, പക്ഷെ ആളെ കാണുന്നില്ല. എന്തോ അവളുടെ അച്ഛൻ ആ സിൽവിയെ മറന്നു കളഞ്ഞതുപോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. നമുക്ക് ആ നദാലിനെന്നാ ഒന്നുകൂടെ പോയി കണ്ടാലോ? എന്തിന്? സ്വന്തം മകളെ അമിതമായിട്ട് സ്നേഹിച്ചതിന് കേസെടുക്കാൻ പറ്റുമോ എന്നാണ് ഇൻസ്പെക്ടർ പറയുന്നത്. അങ്ങനെ അടുത്തതായിട്ട് ഇൻസ്പെക്ടർ പോകുന്നത് ആ കനാലിയുടെ വൈഫിനെ കാണാൻ വേണ്ടിയിട്ടാണ്. ഇവളുടെ പേര് ഷിയാറ എന്നാണ്. അന്നയെക്കുറിച്ചാണ് അയാളിപ്പോൾ അവളുടെ അടുത്ത് ചോദിക്കുന്നത്. ആ പ്രായത്തിലുള്ള മറ്റു പെൺകുട്ടികളെ പോലെ ആയിരുന്നില്ല അവൾ. ആരെക്കാളും നല്ല മനസ്സായിരുന്നു അവൾക്ക്. ശക്തിയായിരുന്നു, ധീരയായിരുന്നു. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? നിങ്ങളുടെ മകനെ നോക്കാൻ വേറെ ആരെയും കിട്ടായിരുന്നു എന്തുകൊണ്ടാ? അത് മറ്റൊന്നും കൊണ്ടല്ല. മറ്റു പെൺകുട്ടികൾക്കെല്ലാം സാധാരണ കുട്ടികളെ നോക്കാനായിരുന്നു താല്പര്യം. എന്റെ മകൻ ആഞ്ചലോയ്ക്ക് അസുഖമായിരുന്നല്ലോ. അവൻ അവൻ്റെതായിട്ടുള്ള ഒരു ലോകത്തായിരുന്നു. സ്വന്തം പേടികളോട് നിരന്തരം പൊരുതിക്കൊണ്ട് ഒരുപാട് ഡോക്ടേഴ്സിനെ ഞങ്ങൾ കാണിച്ചു. പക്ഷെ എല്ലാ ഡോക്ടേഴ്സും പറഞ്ഞത് അവന്റെ അസുഖം ഒരിക്കലും മാറ്റാൻ പറ്റത്തില്ല എന്നാണ്. അവന് നേരെ ഇരിക്കാൻ പറ്റില്ലായിരുന്നു, ഉറങ്ങാൻ പറ്റില്ലായിരുന്നു, എപ്പോഴും കരച്ചിലായിരുന്നു. ജനിച്ചപ്പോൾ മുതൽ ആർക്കും അവനെ ആശ്വസിപ്പിക്കാനും പറ്റില്ലായിരുന്നു. ആഞ്ചലയെ നോക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ളൊരു കാര്യമായിരുന്നില്ല. അന്നയ്ക്ക് മാത്രമേ അത് പറ്റുള്ളായിരുന്നു. അവൾക്കതിനുള്ള ക്ഷമയുണ്ടായിരുന്നു. അവളുള്ളപ്പം അവൻ ശാന്തനാവും. അവളെ വലിയ ഇഷ്ടമായിരുന്നു അവന്. എനിക്ക് പോലും ചിലപ്പോൾ അന്നയോട് അസൂയ തോന്നിയിട്ടുണ്ട്. അസൂയയോ? എന്തസൂയ? കുഞ്ഞിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റാത്ത ഒരു അമ്മയല്ലേ ഞാൻ. അത് മറ്റൊരാൾ ചെയ്യുന്ന കാണുമ്പോൾ അസൂയ തോന്നുമല്ലോ. ആ ഒരു അസൂയയായിരുന്നു എനിക്ക് അന്നയോടുണ്ടായിരുന്നത്. അങ്ങനെ ആ സംസാരത്തിന് ശേഷം അവർ നേരെ പോകുന്നത് ഷിയാറയുടെ കടയിലേക്കാണ്. ഈ സമയത്താണ് ആ സിൽവിയയും അവളുടെ ബോയ്ഫ്രണ്ടും അങ്ങോട്ട് വരുന്നത്. ബോയ്ഫ്രണ്ട് നേരെ ആ കടയ്ക്കകത്തേക്കാണ് പോകുന്നത്. അത് കാണുന്ന ഇൻസ്പെക്ടർ ആണെങ്കിൽ സിൽവിയയുടെ അടുത്തേക്ക് ചെല്ലുന്നു. അവനേതാ? നിന്റെ കാമുകനാണോ? അതെ ഇൻസ്പെക്ടർ, സിമോൺ എന്നാണ് അവന്റെ പേര്. അയാൾക്കെന്താ ഈ കനാലിയുടെ ഷോപ്പിൽ കാര്യം? അവനൊരു റീസ്റ്റോററാണ്. ഈ ഷോപ്പ് ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ്. നീ അവന്റെ കൂടെ ഹാപ്പിയാണോ? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ചില ദിവസങ്ങളിലാണ്. എന്തു പറ്റി നിനക്ക്? അന്ന് നിന്നെ കണ്ടപ്പോൾ നീ ആകെ തകർന്നിരിക്കായിരുന്നല്ലോ. ഇപ്പൊ അതൊക്കെ മാറിയിട്ടുണ്ട്. അതെങ്ങനെ സംഭവിച്ചു? അത് ഞാൻ എന്റെ വേദന മറക്കാൻ ശ്രമിക്കുന്നോണ്ടാണ്. അതൊക്കെ പറയാൻ എളുപ്പമാണ്. ശരിയാ, പറയാൻ എളുപ്പമാണ്. അതുകൊണ്ട് കുറച്ച് കഷ്ടപ്പെടേണ്ടി വന്നു. ഞാൻ എന്റെ വീട് വിട്ടു. ഇപ്പൊ ഇവന്റെ കൂടെയാണ് താമസം. അതുകൊണ്ടൊരു സമാധാനമുണ്ട്. നീ നിന്റെ അച്ഛനെ ഒറ്റയ്ക്കാക്കി പോന്നോ? അതെ, ഒറ്റയ്ക്കാക്കി. അദ്ദേഹം അല്ലെങ്കിൽ ഒറ്റയ്ക്കാണ് അന്നയുടെ കൂടെ. ഇപ്പോഴും അന്നയെക്കുറിച്ച് ഓർത്തിട്ടാണ് പുള്ളി ഇരിക്കുന്നത്. പിന്നെ ഞാൻ അയാളുടെ മോളല്ലല്ലോ, അതുകൊണ്ട് എന്നെ വലിയ മൈൻഡൊന്നും പുള്ളി ചെയ്യാറില്ല എന്നൊക്കെയാണ് അവള് പറയുന്നത്. അങ്ങനെ ഇൻസ്പെക്ടർ അടുത്തായിട്ട് പോകുന്നത് മരിക്കുന്നതിന് മുമ്പ് അന്ന ജോഗിങ്ങിന് പോയ വഴിയിലൂടെയാണ്. ആ വഴിയിൽ തന്നെയാണ് ആ കനാലിയുടെ വീടുള്ളത്. ഈ സമയം അയാൾ ആ വീട്ടിലേക്ക് നോക്കുമ്പോൾ കനാലി അയാളുടെ വീട്ടിലിരിക്കുന്നുണ്ട്. ഇൻസ്പെക്ടർ അയാളെ നോക്കുന്നത് അയാളും ശ്രദ്ധിക്കുന്നുണ്ട്. എന്നാൽ ഇൻസ്പെക്ടർ ആണെങ്കിൽ ഇപ്പോൾ അയാളോട് സംസാരിക്കാതെ അവിടുന്ന് പോവാണ്. ഇതേ സമയം തന്നെ വക്കീലാണെങ്കിൽ അന്നയുടെ ബോയ്ഫ്രണ്ടിനെ ചോദ്യം ചെയ്യാണ്. നീ എന്തിനാണ് റോബർട്ട് ഇങ്ങനെ കളവ് പറയുന്നത്? കളവ് പറഞ്ഞെന്നോ? ഇപ്പോഴും നിങ്ങൾ ഇത് തന്നെയാണോ ചോദിക്കുന്നത്? ഇതിപ്പോ എത്ര തവണയായി? 100ഓ 1000ഓ? എന്തിനാ നീ നുണ പറഞ്ഞതെന്നാണ് ഞാൻ ചോദിച്ചത്. അതിനെ മറുപടി പറ. നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? നീ അന്നയുമായിട്ട് സെക്സ് ചെയ്തു എന്ന് പറഞ്ഞില്ലേ? അതൊരു നുണയായിരുന്നു എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ആ നുണ എന്തിനാണ് ഞങ്ങളോട് പറഞ്ഞത്? ഓ, അതാണോ? ഞാനത് അത്രയ്ക്ക് അങ്ങോട്ട് ആലോചിച്ചില്ല. പിന്നെ നാണക്കേടും തോന്നി. സെക്സ് ചെയ്യാതെ ഞാൻ അന്നയുടെ കൂടെ കിടന്നെന്ന് നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വെറും ഒരു മൊണ്ണയാണെന്ന് നിങ്ങൾ വിചാരിക്കത്തില്ലേ? ഞാൻ അങ്ങനെ മൊണ്ണയൊന്നുമല്ല. എനിക്ക് ലൈംഗിക പ്രശ്നങ്ങളും ഇല്ല. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ഞാൻ എന്തിനവളെ കൊന്നു എന്നാ നിങ്ങൾ ഈ പറയുന്നത്? ഒരു കാരണം നിങ്ങൾക്ക് പറയാനുണ്ടോ? അന്നയും ഞാനും പരസ്പരം സ്നേഹിച്ചിരുന്നു. എനിക്ക് അവളെ കൊല്ലേണ്ട യാതൊരുവിധ കാര്യവുമില്ല. അവനത് പറയുമ്പോൾ അതിന് മറുപടി പറയുന്ന ഇൻസ്പെക്ടറാണ്. ഉണ്ട് റോബർട്ടോ, നിനക്കറിയാത്തൊരു കാര്യമുണ്ട്. കൊല്ലപ്പെട്ടവരുടെ ബോഡി വികലമായ രീതിയിലാണ് സാധാരണ കിടക്കാറ്. പക്ഷെ അന്നയുടെ ബോഡി കിടന്നിരുന്ന അങ്ങനെ ആയിരുന്നില്ല. അവളെ സ്നേഹിച്ചിരുന്ന ഒരാളാണ് അവൾ അങ്ങനെ കിടത്തിയത്. മരണം അവളുടെ ദുരിതങ്ങൾ അവസാനിപ്പിച്ച പോലെയാണ് തോന്നിയത്. അതുകൊണ്ടാണ് ഞങ്ങൾ നിന്നെ സംശയിക്കുന്നത്. എന്താ നിങ്ങൾ പറഞ്ഞു വരുന്നത്? ക്ലിയർ ആക്കാം. താൻ അധികകാലം ജീവിച്ചിരിക്കത്തില്ല എന്ന് അന്ന നിന്നോട് പറഞ്ഞിട്ടില്ലേ? നിങ്ങൾ ഒരുമിച്ച് കരഞ്ഞിട്ടും ഉണ്ടാവണം. ഒരുമിച്ച് മരിക്കാമെന്ന് നീ അവളോട് പറഞ്ഞു. പക്ഷെ അവളത് സമ്മതിച്ചില്ല. ആരെയും ബുദ്ധിമുട്ടിക്കാതെ ഒറ്റയ്ക്ക് മരിക്കണമെന്നായിരുന്നു അവൾക്ക്. നീ അത് നടത്തി കൊടുത്തു. അതല്ലേ സംഭവിച്ചത്? അല്ല ഇൻസ്പെക്ടർ, അല്ല.
ഒരിക്കലും അത് സത്യമല്ല. അവൾക്ക് ഇങ്ങനെ ഒരു അസുഖമുണ്ടെന്ന് ഞാൻ അറിയുന്നത് ഇന്നലെയാണ്. അവളോട് ഞാൻ എല്ലാ കാര്യങ്ങളും പറയാറുണ്ടായിരുന്നു, പക്ഷെ അവൾ എന്നോടൊന്നും പറഞ്ഞില്ല എന്നൊക്കെയാണ് അവൻ പറയുന്നത്. പക്ഷെ അവൻ കറക്റ്റായിട്ട് അതൊക്കെ പറഞ്ഞിട്ടും തെളിവുകൾ ഇപ്പോഴും അവനെതിരാണ്. അതുകൊണ്ട് തന്നെ അവനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചു. അങ്ങനെ ഇൻസ്പെക്ടറും ടീമും ഇതുവരെ കിട്ടിയ മുഴുവൻ തെളിവുകളും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ആ ലൊറൻസോ ആണെങ്കിൽ അവളുടെ CD-കളുടെ പാസ്വേഡ് കണ്ടെത്തിയിട്ടുണ്ട്. ആഞ്ചലോ എന്നായിരുന്നു ആ പാസ്വേഡ്. അവനത് ആ ഇൻസ്പെക്ടറുടെ അടുത്ത് പറയുമ്പോൾ അയാൾക്ക് എന്തൊക്കെയോ സംശയം തോന്നാൻ തുടങ്ങി. അങ്ങനെ പുള്ളി ഇപ്പോൾ ആ ആഞ്ചലോ എന്ന കുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് നോക്കുന്നത്. അവിടെ ആഞ്ചലോയുടെ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട്. അതിന്റെ പുറകിലായിട്ട് എഴുതിയിരിക്കുന്നത് എന്റെ മാലാക എന്നാണ്. മാത്രമല്ല അന്നയുടെ കയ്യിൽ നിന്ന് കിട്ടിയ ഒരു മാലാഖയുടെ രൂപം അവിടെ ഇരിക്കുന്നുണ്ട്. അയാൾ അതും കൂടെ ഒന്ന് നോക്കിയതിന് ശേഷം അവൾ എഴുതിയ ഡയറിയും കാര്യങ്ങളൊക്കെ വായിക്കാൻ തുടങ്ങി. സ്കൂൾ തുറന്നിട്ടേ ഉള്ളൂ, അപ്പോഴേക്കും ഞാൻ ശരിക്കും മടുത്തു കഴിഞ്ഞു. അവർക്കെന്നെ മനസ്സിലാക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. ഒറ്റ നോട്ടം കൊണ്ട് തന്നെ എന്റെ വിഷമം അവർക്ക് മനസ്സിലായിരുന്നെങ്കിൽ. നമ്മൾ വളരുകയാണെന്ന് ഞാൻ മനസ്സിലാക്കണം. നമ്മൾ ഓരോരുത്തരും നമ്മളുടേതായിട്ടുള്ള ഒരു ഐഡന്റിറ്റി കണ്ടെത്താനുള്ള ശ്രമത്തിലാണ്. ഇന്ന് ഞാൻ ക്ലാസ്സിൽ വെച്ച് ഉറങ്ങി. ഇത് ആദ്യമായിട്ടല്ല. മടുപ്പ് എന്നെ വല്ലാതെ കീഴടക്കുന്നു. നമ്മുടെ ജീവിതം പോലെ ആയിരിക്കും നമ്മുടെ കണ്ണിന്റെ നിറം. സന്തോഷമുള്ളവരുടെ കണ്ണിൽ തിളക്കമുണ്ടാവും. വളർന്നു വലുതായി ഷേവ് ചെയ്യാതെ നടക്കുന്ന ആഞ്ചലോയെ ഞാനൊന്ന് സങ്കല്പിച്ചു നോക്കി. അവൻ പെണ്ണുങ്ങളുടെ കൂടെ ശരിക്കും എൻജോയ് ചെയ്യും. അത് കാണുമ്പോൾ എനിക്ക് അവൻ്റെ അടുത്ത് ഭയങ്കര അസൂയം തോന്നും. ഇങ്ങനെ ഒരു ദിവസമേ വേണ്ടായിരുന്നു എന്ന് ചിലപ്പോഴൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. എല്ലാവരും അവരവരുടേതായിട്ടുള്ള രീതിയിൽ സ്വയം എക്സ്പ്രസ് ചെയ്യണം. ചില സമയങ്ങളിൽ എൻ്റെ ടീം സ്പിരിറ്റ് ഒക്കെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. എങ്കിലും കളിയിൽ പങ്കെടുക്കുക എന്നത് തന്നെ വലിയ കാര്യമാണ്. മലഞ്ചെരുവിലൂടെ ഞാൻ ഓടുമ്പോഴും തടാകത്തിന്റെ ഭാഗത്തേക്ക് പോകുമ്പോഴും മാരിയോ എന്നെ നോക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അയാളൊരു പാവത്താനാണ്. പക്ഷെ അയാളുടെ അച്ഛനെ എനിക്ക് ഭയങ്കര പേടിയാണ്. അയാളുടെ ഭാര്യ എങ്ങാണ്ട് ഉപേക്ഷിച്ച് പോയതാണ് അയാളെ. ചില സമയത്ത് ഞാൻ എൻ്റെ അച്ഛനെ പോലെ തന്നെയാണ്. ഞാൻ വളരുകയാണെന്നും എനിക്ക് മാറ്റങ്ങൾ വരുന്നുണ്ടെന്നും അതിനെക്കുറിച്ചൊന്നും ഞാൻ ചിന്തിക്കാറില്ല. അത് അംഗീകരിക്കാൻ തന്നെ എനിക്ക് വലിയ പാടാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവൾ ആ ഡയറിയിൽ എഴുതിയിരിക്കുന്നത്. പല പല പേജുകളിലായിട്ട് അവൾ എഴുതിയ കാര്യങ്ങളാണ് അയാളിപ്പോൾ വായിച്ചത്. നേരം വെളുത്തപ്പോഴാണ് അയാൾ അതൊക്കെ വായിച്ചു തീർത്തത്. ആ ഡയറി വായിച്ചതിൽ നിന്ന് അയാൾക്ക് സ്ട്രൈക്ക് ചെയ്തത് അവൾ മാരിയോയുടെ അച്ഛനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇൻസ്പെക്ടർ നേരെ പോകുന്നത് മാരിയോയുടെ അച്ഛനെ കാണാൻ വേണ്ടിയിട്ടാണ്. ഈ സമയം മാരിയോ ആണെങ്കിൽ അവന്റെ ഹെർക്കുലീസ് എന്ന് പറയുന്ന ആ മുയലിനെ കുഴിച്ചിട്ടാണ്. നീ എന്താ മാരിയോ ഇവിടെ ചെയ്യുന്നത്? ഞാനൊരു കുഴി എടുക്കായിരുന്നു. എന്റെ ഹെർക്കുലീസ് ചത്തുപോയി. പ്രായമായി ചത്തതാണെന്നാണ് അച്ഛൻ പറയുന്നത്. പക്ഷെ അയാളെങ്ങാനും വിഷം കൊടുത്തതാണെങ്കിൽ ഉറപ്പായിട്ട് അയാളുടെ പണി ഞാൻ തീർക്കും. എനിക്കറിയാം സ്വന്തം അച്ഛനെ പറ്റി ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല, പക്ഷെ അയാളുടെ സ്വഭാവം കാണുമ്പോൾ ആരായാലും പറഞ്ഞു പോകും എന്ന് പറഞ്ഞിട്ട് അവൻ ആ കുഴിയിലേക്ക് മണ്ണിടാൻ തുടങ്ങി. എവിടെയുണ്ട് നിന്റെ അച്ഛൻ? എന്നും ഇരിക്കുന്നിടത്ത് തന്നെ അവിടെ മുകളിലേക്ക് അട്ടവും നോക്കി ഇരിക്കുന്നുണ്ട് എന്നാണ് മാരിയോ അതിന് മറുപടി പറയുന്നത്. അങ്ങനെ ഇൻസ്പെക്ടർ ഇപ്പം മാരിയോയുടെ അച്ഛൻ്റെ അടുത്തെത്തി. എന്റെ ചോദ്യത്തിന് സത്യം പറയണം. എന്താ നിങ്ങൾ എന്നെ വരട്ടാൻ നോക്കുകയാണോ? ഞാൻ വീൽ ചെയറിലായതുകൊണ്ടല്ലേ എന്നെ വരട്ടാൻ നോക്കുന്നത്? ഞാൻ ചോദിച്ചതിന് മറുപടി പറയടോ, അതോ ലോക്കപ്പിലിട്ട് ചോദിക്കണോ? നിങ്ങൾക്ക് പരസഹായമില്ലാതെ എന്തൊക്കെ ചെയ്യാൻ പറ്റും? നടക്കാൻ പറ്റുമോ? ട്രക്ക് ഓടിക്കാൻ പറ്റുമോ? പറ്റും, പക്ഷെ ഞാൻ ഓടിക്കാറില്ല. പിന്നെ നിങ്ങളുടെ വാൻ എന്തിനാ? സ്റ്റിയറിംഗിൽ നിങ്ങളുടെ വിരൽപ്പാടുകളുണ്ടല്ലോ. അത് 10 വർഷം മുന്നേ ഞാൻ ഓടിച്ചിരുന്നതാണ്. നീ എൻ്റെ കൈയൊന്ന് അമർത്തിക്കേ എന്ന് പറഞ്ഞിട്ട് ഇൻസ്പെക്ടർ അയാളുടെ കൈ അവൻ്റെ മുന്നിലേക്ക് നീട്ടിക്കൊടുക്കുന്നു. അയാളാണെങ്കിൽ ഇൻസ്പെക്ടർ പറഞ്ഞ പോലെ അയാളുടെ കൈ അമർത്തുകയും ചെയ്തു. എന്തിനാ ഇപ്പം തന്നെ കൊണ്ട് ചെയ്യിച്ചത്? ഒരു മുയലിനെ കഴുത്തൊടിച്ച് കൊല്ലാനുള്ള ശക്തി എനിക്ക് ഉണ്ടോ നോക്കിയതാണോ? അല്ല, നിങ്ങൾക്കൊരു പെണ്ണിനെ മുക്കി കൊല്ലാൻ പറ്റുമോ നോക്കിയതാണ്. ഞാനൊരു പെണ്ണിനെ കൊല്ലണമെന്നോ? എന്തിന്? അതെനിക്കറിയത്തില്ല. ചിലപ്പോൾ അവൾ ഇതുവഴി ഓടുന്നത് കാണണ്ടല്ലോ എന്ന് കരുതിയിട്ടാവും. അല്ലെങ്കിൽ മാരി അവളെ നോക്കുന്നത് അവസാനിപ്പിക്കാനാവാം. സത്യം പറ, നിങ്ങളുടെ മകനോട് നിങ്ങൾക്ക് വെറുപ്പല്ലേ? കുട്ടിക്കാലത്ത് വെറുപ്പായിരുന്നു, പക്ഷെ ഇപ്പോഴില്ല. കാരണം അവനാണ് എനിക്ക് ആകെയുള്ളൊരു കൂട്ട്. ഇവിടെ ഞങ്ങൾ 2 പേരും മാത്രമല്ലേ ഉള്ളൂ. വയ്യാത്തൊരു കിളവനും വട്ടുപിടിച്ച അയാളുടെ മകനും. എന്തിനായിരുന്നു അവനോട് വെറുപ്പ്? അതൊന്നും പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല. ആരോഗ്യവും ബുദ്ധിയും ഇല്ലാത്ത മക്കൾ ഉണ്ടാവുമ്പോഴേ നിങ്ങൾക്ക് ആ കാര്യമൊക്കെ മനസ്സിലാവത്തുള്ളൂ. ഇതിൽ കൂടുതൽ എനിക്കതിനെ വിശദീകരിക്കാൻ പറ്റത്തില്ല എന്നാണ് അയാൾ അതിന് മറുപടി പറയുന്നത്. അങ്ങനെ മാരിയോയുടെ അച്ഛൻ്റെ അടുത്ത് സംസാരിച്ചതിന് ശേഷം ഇൻസ്പെക്ടർ നേരെ പോകുന്നത് പള്ളിയിലേക്കാണ്. ആ ആഞ്ചലോയെ അടക്കം ചെയ്ത സ്ഥലത്തേക്കാണ് അയാൾ പോകുന്നത്. അയാൾ നോക്കുമ്പോൾ ആഞ്ചലോയുടെ കല്ലറയിൽ ഒരു തുള കാണുന്നുണ്ട്. അതിൽ നിന്നും അന്നയുടെ കയ്യിലുണ്ടായിരുന്ന ആ മാലാഖയുടെ രൂപം അവിടെ നിന്ന് എടുത്തതാണ് എന്ന കാര്യമൊക്കെ മനസ്സിലായി. അപ്പോൾ അത്രമാത്രം അവൾ ആഞ്ചലോയെ സ്നേഹിച്ചിട്ടുണ്ട്. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഇൻസ്പെക്ടർ വീണ്ടും പോകുന്നത് ആഞ്ചലോയുടെ അമ്മയായ ഷിയാരയുടെ അടുത്തേക്കാണ്. എന്താ നിങ്ങൾ പിന്നെയും വന്നത്? വീണ്ടും അന്നയെപ്പറ്റി ചോദിക്കാനാണോ? എനിക്ക് അതിൽ കൂടുതൽ ഒന്നും പറയാനില്ല. അല്ല ഷിയാര, അന്നയെപ്പറ്റി ചോദിക്കാനല്ല ഞാൻ വന്നത്, ആഞ്ചലോയെ പറ്റി ചോദിക്കാനാണ്. അതെന്തിനാ അവനെ പറ്റി ചോദിക്കുന്നത്? അന്നയുടെ മരണവുമായിട്ട് ആഞ്ചലോയ്ക്ക് എന്താണ് ബന്ധം? എന്തായാലും നിങ്ങൾ അകത്തേക്ക് വാ, എന്നിട്ട് വേഗം നിങ്ങളുടെ ചോദ്യമൊക്കെ ചോദിച്ചിട്ട് പോകാൻ നോക്ക് എന്ന് പറഞ്ഞിട്ട് അവൾ അയാളെയും കൂട്ടി വീട്ടിൻ്റെ അകത്തേക്ക് പോകുന്നു. നിങ്ങളുടെ മകൻ മരിച്ചതുകൊണ്ടാണോ നീയും നിന്റെ ഹസ്ബൻഡും ഡിവോഴ്സ് ആയത്? അതെ, ആ നഷ്ടം ഞങ്ങൾക്ക് താങ്ങാനായില്ല. ആ കുറ്റബോധവും. എന്റെ ഹസ്ബൻഡിന്റെ അവസ്ഥയായിരുന്നു ഏറ്റവും മോശം. അവൻ മരിക്കുന്ന സമയത്ത് അദ്ദേഹമായിരുന്നു ആഞ്ചലോയുടെ അടുത്തുണ്ടായിരുന്നത്. അവൻ മരിച്ചതിന് ശേഷം മാസങ്ങളോളം വളരെ ദുഃഖിച്ചും കരഞ്ഞും ഭ്രാന്ത് കാട്ടിയിട്ടുമാണ് അയാൾ നടന്നത്. പിന്നെ എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാതായപ്പോൾ ഞാൻ തന്നെ ഒഴിഞ്ഞു പോരുകയായിരുന്നു. അതിരിക്കട്ടെ, ആഞ്ചലോ എങ്ങനെയാണ് മരിച്ചത്?
അവൻ ബിസ്ക്കറ്റും പാലും കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് അവന് ശ്വാസം മുട്ടിയത്. ആ ബിസ്ക്കറ്റ് തൊണ്ടയിൽ കുടുങ്ങിയതായിരുന്നു. തീരെ അവന് ശ്വാസം കിട്ടാതായി. ആ ദിവസത്തെ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ട്? എല്ലാം ഓർമ്മയുണ്ട്. തലേ ദിവസം ആഞ്ചലോ ഉറങ്ങാത്തതുകൊണ്ട് അന്ന് രാത്രി ഞാൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പുലർച്ചെ 5 മണിവരെ അവൻ കരച്ചിലായിരുന്നു. പിന്നീട് എപ്പോഴും ഉറങ്ങിപ്പോയി. പക്ഷെ 2 മണിക്കൂർ കഴിഞ്ഞിട്ട് വീണ്ടും ഉണർന്നു. അപ്പോഴേക്കും എനിക്ക് വല്ലാത്തൊരു ക്ഷീണമായിരുന്നു. അതുകൊണ്ട് എന്നോട് ഉറങ്ങാൻ പറഞ്ഞിട്ട് കനാലി അവനെ എടുത്തോണ്ട് പോയി. നിങ്ങൾ ആ കട്ടിൽ തന്നെയാണോ കിടന്നത്? അതെ. എന്നിട്ട് ഉറങ്ങിയോ? ഉറങ്ങിയെന്ന് വേണമെങ്കിൽ പറയാം. ആ സമയത്ത് നിങ്ങൾ ശബ്ദം വല്ലതും കേട്ടിരുന്നു. അവർ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ ഉണ്ടാവുന്ന ശബ്ദങ്ങളൊക്കെ കേട്ടു. അസാധാരണമായി ഒന്നും കേട്ടില്ലേ? ആഞ്ചലോ ഒച്ചയിടുന്നത് മാത്രം കേട്ടു. ആഞ്ചലോ ഒച്ചയിട്ടോ? അവൻ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ എപ്പോഴും ഒച്ച വെക്കുമായിരുന്നു. അവൻ ആവശ്യമുള്ളത് കിട്ടുന്നവരെ മണിക്കൂറുകളോളം ചായക്കപ്പ് ഇങ്ങനെ ഡെസ്കിലിട്ട് അടിക്കും. അവനെ ഡ്രസ്സ് ഇടിച്ചു കൊടുക്കുകയാണെങ്കിൽ ഉടനെ തന്നെ അവനത് ഊരിക്കളയും. ഇനി ഗുളിക കഴിക്കാൻ കൊടുത്താൽ അപ്പം തന്നെ അത് തുപ്പിക്കളയും ചെയ്യും. ഇങ്ങനത്തെ ഒരു സ്വഭാവമായിരുന്നു അവൻ്റേത്. അപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ഭർത്താവ് ഒച്ചയിട്ടോ? അതെ, അദ്ദേഹം ഒച്ച ഉണ്ടാക്കി. പക്ഷെ അത് സാധാരണമാണ്. അവരെപ്പോഴും അങ്ങനെയായിരുന്നു. പിന്നീട് എൻ്റെ ഭർത്താവ് ബാത്റൂമിലേക്ക് പോയി. ആഞ്ചലോ അപ്പോഴും നിലവിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൽ അസാധാരണമായിട്ടൊന്നും തോന്നാത്തതുകൊണ്ട് ഞാനാണെങ്കിൽ എൻ്റെ തലയണയ്ക്ക് അടിയിലേക്ക് വെച്ചിട്ട് കിടന്നു. ആ ഒരു അവസ്ഥയിൽ ആരായാലും അങ്ങനെ ചെയ്യുള്ളൂ. അതിനുശേഷം എപ്പോഴും ഞാൻ ഉറങ്ങിപ്പോയി. അപ്പോൾ നിങ്ങൾ അങ്ങനെ കിടന്നപ്പോഴും ശബ്ദം കേൾക്കാമായിരുന്നു. എന്തു പറഞ്ഞിട്ടാണ് നിങ്ങളുടെ ഭർത്താവ് ഒച്ചയിട്ടത്? ഇല്ല ഇൻസ്പെക്ടർ, അത് ഞാൻ ആരോടും പറയത്തില്ല. പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളത് തെറ്റിദ്ധരിക്കും എന്നാണ് അവൾ അതിന് മറുപടി പറയുന്നത്. അപ്പം അയാൾക്ക് കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായി. ഇനിയിപ്പോൾ അവസാനമായിട്ട് പുള്ളി കാണാൻ പോകുന്നത് ആഞ്ചലോയുടെ അച്ഛനായ ആ കനാലയുടെ അടുത്തേക്കാണ്. അയാൾ അങ്ങോട്ട് വന്നു കാണുമ്പോൾ കനാലി അയാളുടെ വീടിന്റെ വാതിൽ തുറന്നു. ഓ, നിങ്ങളോ? കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളെ കണ്ടപ്പോൾ നിങ്ങൾ അകത്തേക്ക് വരുമെന്നാണ് ഞാൻ വിചാരിച്ചത്. കരുതിയെന്നല്ല, ആഗ്രഹിച്ചെന്ന് തന്നെ പറയാം. കാരണം എനിക്കും ചിലത് നിങ്ങളോട് പറയാനുണ്ട്, ഇതുവരെ ഞാൻ പറയാത്തത്. എനിക്കിപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലായി. അന്ന് രാത്രി കണ്ടപ്പോഴും എനിക്ക് കാര്യങ്ങളൊക്കെ ഏകദേശം അറിയാമായിരുന്നു. പക്ഷെ കുറച്ചുകൂടെ തെളിവുകൾ ബാക്കി കിട്ടാണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ വരാൻ താമസിച്ചത്. എനിക്കൊരൊറ്റ ചോദ്യത്തിന് ഉത്തരേ കിട്ടാനുള്ളൂ. എന്തിന് നീ അത് ചെയ്തു? ഇപ്പം അത് കിട്ടി. ഇനിയിപ്പോൾ നിന്റെ വായിന്ന് തന്നെ ഞാനത് കേട്ടോളാം. പറഞ്ഞു തുടങ്ങിക്കോ. ഓക്കെ, ഞാൻ പറയാം. അന്നയും ഞാനും തമ്മിലൊരു ബന്ധമുണ്ടായിരുന്നു. കുറച്ച് മാസങ്ങളായിട്ടുള്ള ബന്ധമായിരുന്നു. പിന്നീട് അവൾ കുറെ ആവശ്യങ്ങളൊക്കെ ചോദിക്കാൻ തുടങ്ങി. ഇവിടെ താമസിക്കണം, ഞങ്ങളുടെ ബന്ധത്തെപ്പറ്റി എൻ്റെ ഭാര്യയുടെ അടുത്ത് പറയണം എന്നൊക്കെ. പ്രേമ അവളുടെ തലയ്ക്ക് പിടിച്ചതുപോലെയായിരുന്നു. ഓ, അങ്ങനെയാണല്ലേ കാര്യങ്ങൾ? അതുകൊണ്ടാണോ നിങ്ങൾ അവളെ കൊന്നത്? അതെ, അതുകൊണ്ടാണ് ഞാൻ കൊന്നത്. ഇല്ല മിസ്റ്റർ കനാലി, നിങ്ങൾ പറയുന്നതൊക്കെ കളവാണ്. ഞാൻ പറഞ്ഞ വിശ്വാസമായില്ലേ? ഇത് തന്നെയാണ് സത്യം. അവൾ എനിക്ക് വല്ലാത്തൊരു ഉപദ്രവമായിട്ട് മാറി. അന്ന് രാവിലെ കോഫി ഷോപ്പിനടുത്ത് വെച്ച് അവളെ കണ്ടപ്പോൾ എന്നോട് സംസാരിക്കണമെന്ന് അവൾ വാശി പിടിച്ചു. പക്ഷെ അവിടെ വെച്ച് എനിക്ക് അവളോട് ഒന്നും സംസാരിക്കാൻ പറ്റത്തില്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ തടാകക്കരയിൽ വെച്ചിട്ട് മീറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. പക്ഷെ അവളോട് എന്തു പറഞ്ഞാലും അവളുടെ തലയിൽ കയറത്തില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അവളെ കൊന്നുകളഞ്ഞത്. അപ്പൊ നിങ്ങളാണോ അവളുടെ ബാഗ് റോബർട്ടോയുടെ വീട്ടിൽ കൊണ്ടിട്ടത്? അതെ, ഞാനാണ്. ഇതൊക്കെ കളവാണ് കനാലി. സത്യം ഞാൻ പറയാം, നിങ്ങളും അവളുമായിട്ട് ഒരു ബന്ധവും ഉണ്ടായിരുന്നില്ല. അവൾ ഇപ്പോഴും വെർജിനാണ്. ഒരു ഭാവി പരിപാടി അവൾ ആസൂത്രണം ചെയ്യില്ല. കാരണം അവൾക്കൊരു ഭാവി ഉണ്ടായിരുന്നില്ല. ഏതാനും മാസങ്ങൾ കൂടിയേ അവൾക്ക് ആയുസ്സുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് നിങ്ങൾ അവളെ കൊല്ലാൻ ശ്രമിച്ചപ്പോൾ അവൾ തടുക്കാതിരുന്നത്. ഇൻസ്പെക്ടർ അതൊക്കെ പറയുമ്പം കനാലിക്ക് വല്ലാതെ ടെൻഷനാവാൻ തുടങ്ങി. ഈ സമയത്താണ് ഇൻസ്പെക്ടർ മറ്റൊരു കാര്യം ചോദിക്കുന്നത്. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇവിടെ എന്താണ് നിങ്ങളുടെ മകന്റെ ഫോട്ടോയൊന്നും ഇല്ലാത്തത്? എന്താണ് നിങ്ങൾ അങ്ങനെ ചോദിച്ചത്? നിങ്ങൾക്ക് എന്നെ അങ്ങോട്ട് അറസ്റ്റ് ചെയ്താൽ പോരെ? അങ്ങനെ വെറുതെ അറസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ. സ്വന്തം കുഞ്ഞിനെ നഷ്ടപ്പെടുന്ന വിഷമം നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുമോ? ഇവിടെ മൊത്തത്തിൽ അവന്റെ ഓർമ്മയായിരുന്നു. അതെനിക്ക് വല്ലാത്തൊരു അസ്വസ്ഥത ഉണ്ടാക്കി. അതുകൊണ്ടാണ് ഫോട്ടോ ഒന്നും ഇവിടെ വെക്കാത്തത്. അതൊക്കെ നിൽക്കട്ടെ, നിങ്ങളുടെ മകൻ മരിച്ച അന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു പറഞ്ഞത് ഒരു സ്ത്രീയായിരുന്നു. അതെന്നും ഇതുവഴി ഓടിപ്പോകുന്ന ഒരു പെൺകുട്ടിയായിരുന്നു. അവൾ പേര് പറയുന്ന ഒരു അവസ്ഥയിലായിരുന്നില്ല. അവൾ നിങ്ങളുടെ ജനാലയുടെ അപ്പുറത്തെത്തിയപ്പോൾ അവളെ കണ്ട കാഴ്ച അവളെ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു. അവൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആഞ്ചലോ ശ്വാസം കിട്ടാതെ അവിടെ കിടന്ന് പെടയായിരുന്നു. അവൻ ആരും സഹായിക്കാൻ ശ്രമിച്ചില്ല. ആ സമയത്താണ് അവൾ നിങ്ങളെ കണ്ടത്. നിങ്ങളുടെ മകൻ ശ്വാസം കിട്ടാതെ പെടയുന്നത് നിങ്ങളും കണ്ടിട്ടുണ്ട്. പക്ഷെ നിങ്ങളും അവനെ സഹായിച്ചില്ല. നിങ്ങൾ അവിടെ മറഞ്ഞു നിൽക്കുന്നത് അവളും കാണുന്നുണ്ടായിരുന്നു. ഇനി പറ, അവൾ നിങ്ങളെ ഭീഷണിപ്പെടുത്തിയത് കൊണ്ടല്ല നിങ്ങൾ അവളെ കൊന്നു കളഞ്ഞത്. നിങ്ങളുടെ മകൻ മരിക്കാൻ കാരണം നിങ്ങളാണ്. അത് അവൾ നേരിൽ കണ്ടു. അതുകൊണ്ടല്ലേ നിങ്ങൾ അവളെ കൊന്നു കളഞ്ഞത്? ഇൻസ്പെക്ടർ അത് ചോദിക്കുമ്പോൾ കനാലി അതിനൊരു മറുപടി പറയുന്നില്ല. അന്നെ കൊന്നത് ഞാനാണെന്ന് സമ്മതിച്ചു കഴിഞ്ഞല്ലോ, നിങ്ങൾക്ക് അതുപോരെ, എന്നെ അറസ്റ്റ് ചെയ്തോളൂ എന്നാണ് അയാൾ പറയുന്നത്. ഇനി കൂടുതൽ ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ ഒന്നും പറയാൻ പോകുന്നില്ല എന്ന കാര്യം ഇൻസ്പെക്ടർക്ക് അറിയാം. അങ്ങനെ അയാളുടെ നിർദ്ദേശപ്രകാരം പോലീസുകാരൊക്കെ കനാലിയെ അറസ്റ്റ് ചെയ്യാണ്. അങ്ങനെ പിറ്റേ ദിവസം തന്നെ ഇൻസ്പെക്ടർ നേരെ പോകുന്നത് ആ റോബർട്ടോയുടെ സെല്ലിലേക്കാണ്. ഞങ്ങൾക്കൊരു തെറ്റ് പറ്റിപ്പോയി റോബർട്ടോ, നീ നിരപരാധിയാണ് എന്ന കാര്യം ഞങ്ങൾക്ക് വിശ്വാസമായി. അതുകൊണ്ട് നിന്നെ ഞങ്ങൾ മോചിപ്പിക്കുകയാണ് എന്നാണ് അയാൾ പറയുന്നത്. അങ്ങനെ കാര്യങ്ങളൊക്കെ സെറ്റായി. ഇൻസ്പെക്ടർ ഇപ്പോൾ അയാളുടെ മകളെയും കൊണ്ട് പോയിരിക്കുന്നത് അയാളുടെ ഭാര്യ താമസിക്കുന്ന സ്ഥലത്തേക്കാണ്. അയാളുടെ ഭാര്യയ്ക്ക് ഇപ്പൊ പുതിയൊരു പാർട്ട്ണറെ കിട്ടിയിട്ടുണ്ട്. വളരെ സന്തോഷത്തോടെയാണ് അവരതിലെ നടക്കുന്നത്. ഇപ്പോഴും അവളുടെ യഥാർത്ഥ ഭർത്താവിനെയും മകളെ അവൾ തിരിച്ചറിയുന്നില്ല. ഈ ഒരു സമയം അവൾ അവരെ പാസ് ചെയ്തു പോകുമ്പോൾ അവരവരുടെ മകളെ ശ്രദ്ധിക്കുന്നുണ്ട്. എന്നാൽ തന്റെ മകളാണത് എന്ന കാര്യം അവൾക്ക് അറിയത്തില്ല. എങ്കിലും ഒന്ന് ചിരിച്ചതിന് ശേഷം അവൾ അവിടെ നിന്ന് പാസ് ചെയ്തു പോവാണ്.
ഈ ഒരു സീനും കാണിച്ചിട്ടാണ് ഈ സിനിമ അവസാനിക്കുന്നത്. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എഴുതി അയക്കാൻ മറക്കരുതേ. അപ്പോൾ പുതിയൊരു കിടിലൻ സിനിമയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.